ആദരണീയനായ അധ്യക്ഷൻ മുസ്തഫ സാഹിബ്, എൻ്റെ സുഹൃത്ത് നൗഫൽ, സ്റ്റേജിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, സദസ്സിനെ ധന്യമാക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ ഇങ്ങനെ ഒരു ഖുർആനിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു അൽ ബയാൻ ഖുർആൻ സെൻറ്റർ തുറക്കുവാൻ സൗകര്യമൊരുക്കി തന്ന ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഈ നാട്ടിലെ നല്ലവരായ സഹോദര സഹോദരിമാരെ, മാതൃതുല്യരായ പിതൃതുല്യരായ ജ്യേഷ്ഠ സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ പ്രദേശത്ത് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന നമ്മൾ ഖുർആനിൻ്റെ അനുയായികളാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണ നിരക്ഷരനായ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൻ്റെ വചനാമൃതങ്ങളെ അറേബ്യൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഓതി കേൾപ്പിക്കുമ്പോൾ ആശ്ചര്യഭരിതരായിട്ടാണ് അവർ അത് കേട്ടത്. കാരണം അറബി ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള കവികളും അവർ രചിക്കുന്ന കവിതകളുമൊക്കെ അവിടെ സമൂഹത്തിനിടയിൽ ചർച്ചയാണ്. മക്കയിൽ ജനിച്ച് അവരുടെ കൂട്ടത്തിൽ ഒരാളായി ജീവിച്ചു വളർന്ന് സകലമാന തിന്മകളിൽ നിന്നും ചെറുപ്പം മുതലേ മാറി നിന്ന് ഗാറു ഹിറ എന്ന് പറയുന്ന ഹിറാ ഗുഹയിൽ ഒറ്റക്ക് പോയിരുന്ന് മഹദി ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഭക്ഷണ വിഭവങ്ങളുമായി ആ ഗുഹയുടെ മേൽഭാഗത്തുള്ള ഗുഹയുടെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ മഹദി എത്രമാത്രം ക്ലേശം സഹിച്ചിട്ടുണ്ടാകും അവിടെ ഭക്ഷണവുമായി എത്താൻ, പ്രവാചകൻ അവിടെ പോയിരിക്കാൻ. ഇന്നുപോലും അത്ര നല്ല രൂപത്തിലുള്ള വഴി അങ്ങോട്ടില്ല. അവിടെ ചെന്നിരിക്കുമ്പോൾ ജിബ്രീൽ എന്ന മലക്ക് ഇറങ്ങി വന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാവാൻ പോവുകയാണ്. ഇഖ്റ, വായിക്കൂ എന്ന് പ്രവാചകനോട് പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ പ്രത്യുത്തരം പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. ജിബ്രീൽ ആവർത്തിച്ചു, അലൈഹിസ്സലാത്തു വസ്സലാം ആവർത്തിച്ചു, നിങ്ങൾ വായിക്കണം. പ്രവാചകൻ ആവർത്തിക്കുന്നു, എനിക്ക് വായിക്കാൻ അറിയില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുക്കുകയാണ്, ഞാൻ പറഞ്ഞു തരാം, ഓതിത്തരാം, നിങ്ങൾ ഏറ്റു പറയണം. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനിൽ നിന്ന് ആദ്യമായി 5ഓളം വചനാമൃതങ്ങൾ ആ മലക്ക് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് ഓതിക്കൊടുക്കുകയാണ്. ഇവിടെ അൽ ബയാൻ എന്ന് പറയുന്ന ഈ സെന്ററിലൂടെ ആഗ്രഹിക്കുന്നത് ഈ പ്രദേശത്തുള്ള ആളുകളിലേക്ക് ഖുർആനിന്റെ വെളിച്ചമെത്തിക്കുക എന്നതാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ആത്യന്തികമായ ആഗ്രഹം ഈ ഖുർആനിന്റെ വെളിച്ചം ഈ പ്രദേശത്തെത്തുക എന്നതാണ്. അപ്പൊ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഖുർആൻ അറിയില്ലേ? അറിയും. ഖുർആൻ നമുക്ക് പാരായണം ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ പോരാ. 6236 വചനങ്ങളുള്ള ഖുർആൻ, 114 അധ്യായങ്ങളുള്ള ഖുർആൻ, 30 ജുസ്ഇൽ നിൽക്കുന്ന ഖുർആൻ, അത് ഞാനും നിങ്ങളും മഗ്രിബ് നമസ്കാരാനന്തരം സുബഹി കഴിഞ്ഞ് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നു. പോരാ.
ഖുർആൻ നമ്മോട് സംസാരിക്കുകയാണ്. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിലേക്കും ഖുർആൻ കടന്നു ചെല്ലുകയാണ്. അതിന് അത്യപൂർവമായ ആശ്ചര്യഭരിതമായ ഒരു ആകർഷണീയത ഖുർആനിനുണ്ട്. മനുഷ്യന്റെ മനസ്സുകളെ പിടിച്ചുകുലുക്കാൻ ഞാനൊരു ചരിത്ര സംഭവത്തിലൂടെ ഈ വിഷയത്തിന്റെ ആമുഖത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ കേട്ടതായിരിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഒരുമിച്ചു ജീവിച്ച നബിയുടെ കൂടെ ഇരിക്കാൻ, സംസാരിക്കാൻ അവസരം കിട്ടിയവരാണ് സ്വഹാബികൾ. സ്വഹാബികളെ കണ്ട് ജീവിച്ചവരാണ് താബിഈങ്ങൾ. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന താബിഈ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ, അയാൾ കൂട്ടുകാരോട് പ്രതിജ്ഞ ചെയ്യുന്നു, ബെറ്റടിക്കുന്നു, പന്തയം വെക്കുന്നു. എന്താ പന്തയം എന്നറിയോ? എല്ലാ ദിവസവും ഞാൻ വ്യഭിചരിക്കും. ജാഹിലിയ്യ കാലഘട്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. ആ കാലഘട്ടത്തെയാണ് പ്രവാചകൻ വെളിച്ചത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഇരുണ്ട യുഗത്തിൽ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ഒരു സമൂഹത്തെയാണ് വെളിച്ചത്തിലേക്ക്, നൂറിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ കൊണ്ടുവരുന്നത്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം എന്ന സർട്ടിഫിക്കറ്റ് അള്ളാഹു അവർക്ക് കൊടുക്കുന്നു, അല്ലേ? അതിൽ കേൾക്കാതെ ചെവികൊള്ളാതെ കടന്നുപോയ ആളുകളുണ്ട്. സഹാബികളെ ചെവികൊള്ളാതെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന താബീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഫുളൈൽ ഇബ്നു ഇയാദ്, അദ്ദേഹത്തിന്റെ പന്തയം എന്താണ്? ഞാൻ എല്ലാ ദിവസവും ധാരാളം സ്ത്രീകളെ വ്യഭിചരിക്കാൻ ശ്രമിക്കും. അത് കൂട്ടുകാരുടെ മുമ്പിൽ വെക്കുന്ന പന്തയമാണ്. അന്ന് അങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ വരുന്ന സമയത്ത് ഒരു പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ട് എന്ന് അറിയിക്കാൻ ആ വീടിന് മുകളിൽ ഒരു പതാക ഉയർത്തും. ഈത്തപ്പന ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ വീടാണ്, മേഞ്ഞുണ്ടാക്കിയ വീടാണ്, മറച്ചുണ്ടാക്കിയ വീടാണ്. ആ വീടിന് മുകളിൽ ഒരു പ്രത്യേക പതാക ഉയർത്തിയത് കണ്ടാൽ അവിടെ പ്രായപൂർത്തിയായ ഒരു പെണ്ണുണ്ട് എന്ന് അവിടുത്തെ കാട്ടറബികൾക്ക് മനസ്സിലാവും. അവരാ വീട്ടിൽ കയറി ചെല്ലും. ആ സ്ത്രീയുമായി ശയിക്കും. ഒരുപാട് പുരുഷന്മാർ വരും. പല ദിവസങ്ങളായി പലരും വന്നിറങ്ങും. അങ്ങനെ ആ സ്ത്രീ ഗർഭം ധരിക്കും, അവൾ പ്രസവിക്കും. അവിടെ വന്ന മുഴുവൻ പുരുഷന്മാരെയും പ്രസവത്തിന് ശേഷം ആ വീട്ടിലേക്ക് വിളിക്കും. ഈ കുട്ടിയുടെ മുഖച്ഛായ ഈ വന്നവരിൽ ആരുടെ മുഖവുമായിട്ടാണോ ബന്ധം, അവർക്ക് ഈ സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുക്കും. ഇത്രമാത്രം ജാഹിലിയത്തിന്റെ അന്ധകാരത്തിന്റെ അജ്ഞതയുടെ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അവിടേക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനുമായി, അള്ളാഹുവിന്റെ കലാമുമായി കടന്നു വരുന്നത്. അപ്പൊ ഖുർആൻ എന്നതിന്റെ നിർവചനം എന്താണ്? പണ്ഡിതന്മാർ പല അർത്ഥത്തിൽ വാക്കുകളിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ പറയുന്നത് കലാമുല്ലാഹി അൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസിതത്തി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിന്റെ സംസാരമാണ് ജിബ്രീൽ എന്ന മലക്ക് മുഖേന അള്ളാഹുവിന്റെ അടിമയായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അള്ളാഹു ഇറക്കി കൊടുക്കുന്നത്. ഈ നാട്ടിലെ മനുഷ്യരെ, നമ്മൾ ഖുർആൻ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. ഈ ലൈറ്റിന് ചുറ്റും പാറിക്കളിക്കുന്ന കൊച്ചു പ്രാണി അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. കൊടാനുകോടി ചരാചരങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളാണ്. വെള്ളത്തിന്റെ അടിയിലേക്ക് ഒളിയിട്ട് പോകുന്ന അനേകമായിരം ജന്തുലോകത്ത് ജീവിക്കുന്ന അനേകമായിരം കടൽ ജീവികൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അണ്ടകടാഹങ്ങളുടെ അധിപനായ റബ്ബിന്റെ അപാര അത്ഭുതമായ ആകാശത്തിന്റെ വിഹായസിലേക്ക് നോക്കുകയാണെങ്കിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളും പറവകളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് സംസാരിക്കുന്നു,
നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുന്നത് എന്റെ വാക്കുകളാണ് എന്നതുപോലെ ഈ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ സംസാരമാണ് ഖുർആൻ. അപ്പൊ അതിനെ നിസ്സാരമായി കണ്ടുകൂടാ. ഈ ശബ്ദം കേൾക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഖുർആനിനെ നിങ്ങൾ തുറക്കണം. ഈ ഖുർആൻ മാനവർക്ക് മാർഗദർശനമാണ്. ഖുർആൻ തന്നെ പറയുന്നത് ഹുദൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്. ജനങ്ങളെ വഴികാണിക്കുന്ന നേർവഴിയിലേക്ക് ഋജുവായ നേരായ ചൊവ്വായ സത്യസന്ധമായ വക്രതയില്ലാത്ത സിറാത്തുൻ മുസ്തഖീമായ പാതയിലേക്ക് വഴികാണിക്കാനുള്ള നേരായ ചൊവ്വായ റബ്ബിന്റെ സംസാരമാണ് ഖുർആൻ. അപ്പോ ആ ഖുർആൻ ഒന്ന് തുറന്നു നോക്കാം. ഖുർആനിന്റെ അർത്ഥം മലയാളത്തിലും ലോകത്തറിയപ്പെടുന്ന എല്ലാ അത്യാവശ്യ ഭാഷകളിൽ ഖുർആനിന്റെ പരിഭാഷ ലഭിക്കും. ഈ ശബ്ദം കേൾക്കുന്ന അമുസ്ലിങ്ങളായ സഹോദരങ്ങൾക്ക് ഖുർആനിന്റെ അർത്ഥം ഒന്ന് വായിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? സംഘാടകരോട് ചോദിക്കാം. നിങ്ങളുടെ ഖുർആൻ എന്നായിരിക്കും നിങ്ങൾ പറയാ. ആയിക്കോട്ടെ, ഇത് മനുഷ്യർക്കുള്ള മാർഗദർശനമായ ഖുർആനാണ്. ആ ഖുർആൻ ഒന്ന് തുറന്നു നോക്കി. 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ, 2 സൂറത്തുൽ ബഖറ, ആലി ഇംറാൻ, അൻ-നിസാ, അൽ-മാഇദ, അൽ-അറാഫ്, അൽ-അൻഫാൽ, അത്ത്-തൗബ, യൂനുസ്, ഹൂദ്, ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലെ 114-ാം അധ്യായം സൂറത്ത് അൻ-നാസ് വരെ നിങ്ങളൊന്ന് മറിച്ച് സമയം കിട്ടുമ്പോ ഖുർആനിന്റെ വചനാമൃതങ്ങളിലൂടെ, അതിന്റെ അർത്ഥശകലങ്ങളിലൂടെ, അതിന്റെ അർത്ഥ ഗാംഭീര്യങ്ങളിലൂടെ, അതിന്റെ വ്യാഖ്യാനമായ, അതിന്റെ ഡെപ്തായ ആശയങ്ങളിലേക്ക്, ഈ അറിവിന്റെ വിജ്ഞാനത്തിന്റെ സമുദ്രമായ ഖുർആനിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങാൻ തയ്യാറായാൽ നിങ്ങളുടെ മനസ്സുകളിൽ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടതും അവിടെ സൂക്ഷിച്ചു വെച്ചതുമായ അപ്പുറമായി അതൊന്നുമല്ല ശരി എന്ന്, ഖുർആൻ അത്ഭുതങ്ങളിൽ അത്ഭുതമായ ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സമയം നിങ്ങൾക്ക് ആവശ്യമുണ്ടാവില്ല. ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. എത്ര കാലമായി ഖുർആൻ മനുഷ്യരിങ്ങനെ ഓതാൻ തുടങ്ങിയിട്ട്? 1400 വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ കയ്യിലൊക്കെ സ്മാർട്ട് ഫോണുകളുണ്ട്. എത്ര കൊല്ലായി നമ്മളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? ഒരു ചെറിയ കാലമായിട്ടുള്ളൂ. ഒരു 50 കൊല്ലം മുമ്പ് ഇങ്ങനെ സ്മാർട്ട് ഫോൺ ഉണ്ടോ? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ സ്മാർട്ട് ഫോണും എല്ലാവരുടെ കയ്യിലും ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഒക്കെ നമ്മുടെ വീടുകളിലും കൈകളിലും ഉണ്ടോ? ഇല്ല. ഒരു ചെറിയ പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. മനുഷ്യൻ പുരോഗതിയുടെ ഉത്തുംഗതയിൽ വലിയ വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ലോകമാണിത്. വിരൽ തുമ്പിലാണ്, മനുഷ്യന്റെ വിരൽ തുമ്പിലാണ് ലോകമെന്ന് പറയുന്നു, അല്ലേ? വലിയ വലിയ സയന്റിസ്റ്റുകളായി അറിയപ്പെട്ടവരുടെ സിദ്ധാന്തങ്ങളെ മാറ്റി എഴുതേണ്ടി വന്നു, ഉണ്ടായിട്ടില്ലേ? വലിയ തത്വചിന്തകളെ അവതരിപ്പിച്ച് ലോകത്തെന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ മൊഴികളെ, വാക്കുകളെ തിരുത്തി എഴുതേണ്ടി വന്നു, ഉണ്ടായിട്ടില്ലേ? എന്നാ ഖുർആൻ ഒരു 10 വർഷം മുമ്പ് പറഞ്ഞതാണോ? 100 വർഷം മുമ്പ് പറഞ്ഞതാണോ? അല്ലല്ലോ. 10 നൂറ്റാണ്ടപ്പുറം പറഞ്ഞതാണോ? 1400 ചില്ലാൻ വർഷങ്ങൾ കഴിഞ്ഞു. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഈ ഖുർആനിന്റെ വചനാമൃതങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനവലോകം കേൾക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇന്നുവരെ ഖുർആനിൽ ഒരു അബദ്ധമുണ്ട് എന്ന് പറയാൻ, ഒരു അശാസ്ത്രീയ പദപ്രയോഗമുണ്ട് എന്ന് പറയാൻ, ഒരു മാത്തമാറ്റിക്സിൽ കൂട്ടിമുട്ടലുകൾ ഉണ്ട് എന്ന് പറയാൻ, ഒരു കെമിസ്ട്രിയുടെ, ഫിസിക്സിന്റെ, ബയോളജിയുടെ, അല്ല ഭ്രൂണശാസ്ത്രത്തിന്റെ, അതല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെ, സമുദ്രശാസ്ത്രത്തിന്റെ പരാമർശങ്ങൾ ഖുർആനിൽ തെറ്റിപ്പോയി എന്ന് പറയാൻ ലോകത്താർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അത് ഇവിടെ ജീവിക്കുന്ന ഒരു മുസ്ലിമിന്റെ കഴിവൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഖുർആനിലെ ഒരു അബദ്ധം ഒരാൾക്കും ഇന്ന് വരെ കണ്ടെത്താൻ കഴിയാത്തത്? 6236 ആയത്തുകളിലൂടെ ആയിരക്കണക്കിന് മെസ്സേജുകൾ ഖുർആനിൽ കൊടുത്തിട്ട്, പ്രവചനങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ട്, കഥകൾ പറഞ്ഞിട്ട്, അല്ലേ? എത്ര സന്ദർഭങ്ങളിലൂടെയാണ് ഖുർആൻ കടന്നുപോയിട്ടുള്ളത്. എന്നിട്ട് ലോകത്തിന്നുവരെ ഇത്രയും വലിയ പഠനവും ഗവേഷണവും എല്ലാം നടന്നിട്ട് ഖുർആനിൽ ഒരു തെറ്റുണ്ട് എന്ന് പറയാൻ ലോകത്തിന്നുവരെ ഒരു മനുഷ്യന് പോലും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അത് മനുഷ്യനിർമ്മിതിയല്ല. നിൽക്കട്ടെ. അപ്പൊ ആദ്യം കേട്ട വചനമേതാ? ഖുർആനിലെ ഇത്രയും ആയത്തുകൾ ഉണ്ടായിട്ട്, സെന്റൻസുകൾ ഉണ്ടായിട്ട് ആദ്യം കേട്ട വചനമേതാ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്
ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സുബ്ഹാനല്ലാഹ്. എന്നെ കേൾക്കുന്ന മനുഷ്യരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതിന്റെ അർത്ഥം എന്താ? മനുഷ്യ, നീ വായിക്കണം. നീ വായിക്കണം. ഒരു വായനയിലൂടെ തുടങ്ങാൻ ആവശ്യപ്പെടുകയാണ് ഖുർആൻ. മനുഷ്യരെ, നിങ്ങൾ വായിക്കണം. എങ്ങനെ വായിക്കണം? എന്താ വായിക്കേണ്ടത്? നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ തുടങ്ങിക്കോ. നിന്റെ സട്ടാവായ വിരാട് പുരുഷനായ ഹിരണ്യഗർഭനായ, അതിന് അറബിയിൽ ഏറ്റവും ആപ്റ്റായ പദമാണ് അല്ലാഹ്. ആ പദത്തിന്റെ അർത്ഥം എന്താ അറിയോ? സാക്ഷാൽ ആരാധനക്കർഹനായിട്ടുള്ളവൻ. അല്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സാക്ഷാൽ ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ. അതിന് എല്ലാ ഭാഷയിലും പറയാം, ഗോഡ് എന്ന് പറയാം. പക്ഷെ അതൊന്നും ഇത്ര നല്ല ആപ്റ്റായ പദമല്ല. അറബി അത് പറയുമ്പോ, അല്ലാഹ് എന്ന് പറയുമ്പോ എല്ലാ മനുഷ്യരും ആരാധിക്കേണ്ടത് അവനെയാണ്. ആ സർവ ആരാധനക്കും അർഹനായ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ, അണ്ടകടാഹങ്ങളുടെ അധിപനായ, വാരി വിതറിയ മിന്നാമിനുങ്ങുകളെ പോലെ എത്രയോ വലുപ്പമുള്ള നക്ഷത്രങ്ങളെ ആകാശലോകത്ത് വാരി വിതറിയ, കൃത്യമായ സ്ഥലങ്ങളിൽ നിക്ഷയിച്ച ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനല്ലാഹ്. സാങ്കല്പിക അച്ചുതണ്ടിൽ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ, അതാണ് ശാസ്ത്രം പറയുന്നത്, ഒരു സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുകയാണ്. ആര്? ഈ ഭൂമി. നമ്മളൊക്കെ ഇവിടെ സുഖമായി വാഹനങ്ങൾ സഞ്ചരിക്കുന്നു. ഭൂമി ഉരുണ്ടതാണ്, ഒരു കോഴിമുട്ടയുടെ ആകൃതിയാണ് എന്ന് ശാസ്ത്രം പറയുമ്പോ നമുക്ക് വാഹനം ഓടിക്കാൻ, കളിക്കാൻ, വീട് വെക്കാൻ നമുക്ക് അങ്ങനെ ഒരു പ്രയാസം തോന്നുന്നുണ്ടോ? ഭൂമി ഉരുണ്ടതാണ്? ഇല്ല, ഇല്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് ഭൂമിയെ ഞാൻ ഒരു തൊട്ടിലാക്കി തന്നു. നമ്മുടെ കുട്ടിയെ, ഇന്ന് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് കുട്ടിയെ കിടത്താൻ. പക്ഷേ കട്ടിലിൽ കിടത്തിയ കുട്ടിയെ ചുറ്റും കുറെ തലയിണകൾ വെച്ചിട്ട് ആ കുട്ടി ഇങ്ങോട്ട് വീഴാതിരിക്കാൻ, അങ്ങോട്ട് വീഴാതിരിക്കാൻ പലതും സംവിധാനിച്ചാലും ഒരു ഉമ്മ അടുക്കളയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കും, എന്റെ കുട്ടി വീണു പോകുമോ. എന്നാ ഒരു കുട്ടിയെ തൊട്ടിലിൽ കിടത്തിയാലോ ആ ഉമ്മക്ക് സമാധാനം തോന്നും, എന്റെ കുട്ടി തൊട്ടിലാണ് കിടക്കുന്നത്. അല്ലേ? മനുഷ്യരെ, നിങ്ങളെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ, ഈ ഭൂമിയിൽ സുഖമായി നിങ്ങൾക്ക് ജീവിക്കാൻ ഭൂമിയെ നാം ഒരു തൊട്ടിലാക്കി തന്നു എന്നത് ഖുർആനിന്റെ പ്രയോഗമാണ്. നിൽക്കട്ടെ. അപ്പോ വായിക്കണമെന്ന് പറഞ്ഞു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അതാ അത്ഭുതം തുടങ്ങുകയാണ്. അലഖിൽ നിന്ന് സൃഷ്ടിച്ചവനായ റബ്ബ്. എന്താണ് ഈ അലഖ്? എന്നെ കേൾക്കുന്നവരെ, ഈ സദസ്സിലേക്ക് വന്നിരുന്നോളൂ. അലഖ് എന്ന് പറഞ്ഞാൽ എന്താ? അലഖ് എന്ന് പറഞ്ഞാൽ ഒരു രക്തകഷ്ണമാണ്. സുബ്ഹാനല്ലാഹ്. വായിക്കാൻ അറിയാത്ത, പേര് പോലും സ്വന്തം ഭാഷയിൽ എഴുതാൻ അറിയാത്ത, ഒരു ലെറ്റർ സമൂഹത്തിലേക്ക് എഴുതി കൊടുക്കാൻ അറിയാത്ത പൂർണ്ണ നിരക്ഷരനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി അറബികളുടെ മുന്നിൽ ഓതിക്കൊടുക്കുന്ന ആദ്യത്തെ വചനങ്ങളിൽ തന്നെ പറയുന്നത് മനുഷ്യനെ അലഖിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ അവന്റെ മുതുകിൽ നിന്ന് തെറിച്ചു വീഴുന്ന ശുക്ലത്തിൽ കോടിക്കണക്കിന് ബീജങ്ങളുണ്ട്. അത് ഈ സ്ത്രീയുടെ അണ്ഡവുമായി ചേർന്ന് ഗോളാകൃതി പ്രാപിച്ച് മാതാവിന്റെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് സഞ്ചരിച്ച് ഒന്നാമത്തെ ഭിത്തിക്ക് ഓട്ടയുണ്ടാക്കി, രണ്ടാമത്തെ ഭിത്തിക്ക് ദ്വാരമുണ്ടാക്കി, മൂന്നാമത്തെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ അട്ടയെപ്പോലെ കടിച്ചു തൂങ്ങിക്കിടക്കും ഒരു ചെറിയ രക്തകഷ്ണം. സുബ്ഹാനല്ലാഹ്. അതിനാണ് അറബിയിൽ അലഖ് എന്ന് പറയാ. അത് എന്നാ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ പറയുന്നത്? 1400 വർഷങ്ങൾക്ക് മുമ്പ്. ശാസ്ത്രം അതിനെക്കുറിച്ച് വിവരിക്കുന്നതോ അതൊക്കെ പിന്നെ അല്ലേ? 1. 2, ആ മൂന്നാമത്തെ ഭിത്തിയിൽ ചെന്ന് അള്ളിപ്പിടിച്ച് കിടക്കുമ്പോ അലഖ് എന്ന പദത്തിന്റെ നിഘണ്ടു ഡിക്ഷണറി നൽകുന്ന അർത്ഥം എന്താണെന്നറിയോ? അട്ടാണ് ഭാഷാർത്ഥം. അട്ടയുടെ പ്രത്യേകത എന്താ? അത് വലിച്ചാ കിട്ടൂല. നമ്മുടെ കുട്ടിയുടെ കാലില് അട്ട കയറി എന്ന് പറഞ്ഞാൽ അതിനെ വലിച്ചാ കിട്ടൂല. ചിലപ്പോ സോപ്പോ കെമിക്കലോ ഒക്കെ മണിപ്പിക്കണം, എന്നാലേ അവിടുന്ന് പിടുത്തം വിട്ട് വരുള്ളൂ. അപ്പോ ഒരു കുഞ്ഞ് ആവാൻ പോകുന്ന അതിന്റെ തുടക്കഘട്ടമാകുന്ന രക്തപിണ്ഡം, അത് മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ചെന്നിങ്ങനെ അള്ളിപ്പിടിച്ച് കിടന്നിട്ട് വലിച്ചാൽ കിട്ടാത്ത
അതേ നീണ്ടുവരുന്ന പിടുത്തം വിട്ടു പോരാത്ത വിധത്തിൽ കിടക്കുന്ന ഒരട്ടയെ പോലെയായിരുന്നു മനുഷ്യ നീ. അഹങ്കരിക്കാൻ അവകാശമുണ്ടോ? ഉണ്ടോ? ഇതെന്റെ വീടാണ്, എന്റെ കൊട്ടാരമാണ്, ഈ അങ്ങാടിയിൽ വലിയ ബിൽഡിംഗ് എന്റേതാണ്, ഞാൻ എന്റെ സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുത്തതാണ് എന്ന വീരവാദങ്ങൾ പലതും മുടക്കുമ്പോ മനുഷ്യ നീ ആരായിരുന്നു എന്ന ചോദ്യത്തിന് 40കാര 35കാര 50കാര 50 കൊല്ലം 35 കൊല്ലം 40 കൊല്ലം പിറകിലേക്ക് പോയാൽ അട്ടയെപ്പോലെ നിന്റെ മാതാവിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ അള്ളി പിടിച്ചു കിടക്കുന്ന ഒരട്ടയെപ്പോലെയുള്ള രക്തകഷ്ണമായിരുന്നു നീ എന്ന് ഖുർആൻ. സുബ്ഹാനല്ലാഹ്, അതാ ഖുർആൻ. രണ്ടാമത്തെ ഘട്ടം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് എഴുതുന്ന ഒരു അത്ഭുതകരമായ സിദ്ധി അല്ലാഹു മനുഷ്യന് കൊടുത്തു. മുമ്പേ എഴുതി വെക്കുക, ഓലയിൽ, കല്ലിൽ, ചില വസ്തുക്കളിൽ ഇങ്ങനെ മനുഷ്യൻ എഴുതി വെക്കുകയാണ്. അങ്ങനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ നാമത്തിൽ നീ വായന തുടങ്ങണം. പോരാ, രണ്ടാമത്തെ ഘട്ടം മുല്ലകത്താണ്. ബാങ്കിന് ശേഷം എല്ലാവരും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. സ്വലാത്തിന് ശേഷം ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന് തുടങ്ങുന്ന ദുആ പൂർത്തീകരിച്ച് ചൊല്ലുക. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് രണ്ടാമത്തെ ഘട്ടം മുൽഗത്ത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. ഞാനൊരു പതുക്കെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ഒരു ക്ലാസ് പോലെ. ദൂരെ നിന്നും അടുത്തു നിന്നും കേൾക്കുന്നവരെ, ഇത് അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ചുള്ള സംസാരമാണ്. മുൽഗത്ത് എന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞു അലക്, അട്ട പോലെ കടക്കുന്ന രക്തകഷ്ണം. 2 അത്ഭുതങ്ങളിൽ രണ്ടാമത്തത് കേട്ടോളൂ. ഒരുപാട് അത്ഭുതമുണ്ട് ഖുർആനെ കുറിച്ച് പറയാൻ. ആ ഖുർആൻ പഠിക്കണമെന്നാണ് നമ്മൾ സമൂഹത്തോട് പറയുന്നത്. മുൽഗത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കടിച്ചു തുപ്പിയ മാംസകഷ്ണം എന്നാണ് അർത്ഥം. ഖുർആൻ അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബികളോട് പറയുമ്പോ പറഞ്ഞു കൊടുക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് അറിയോ? സ്കാനിംഗ് സംവിധാനമുണ്ടോ? ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളറയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പ്രിയപ്പെട്ടവരെ ആ അർത്ഥത്തിലുള്ള മെഡിക്കൽ പഠനങ്ങൾ നടന്നിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാന്റെ വഹയി പ്രകാരം ഓതി കൊടുക്കുകയാണ്, ഗർഭപാത്രത്തിലെ രണ്ടാമത്തെ ഘട്ടം മുൽഗത്ത്. സുബ്ഹാനല്ലാഹ്, ശാസ്ത്രം അതിനെക്കുറിച്ച് പഠിച്ചു. അന്നല്ല, കുറെ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് ശേഷം. നിങ്ങളെ ഈ 2000-ന്റെ സമയത്തൊക്കെയുള്ള പഠനങ്ങൾ ഒന്ന് വായിച്ചു നോക്ക്. അമേരിക്ക പുറത്തുവിട്ട ഒരു ലേഖനമുണ്ട്. അവിടെ അമേരിക്കയിലെ കുറെ സയന്റിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചവർ, അവർ ലോകത്തിന്റെ മുമ്പിലേക്ക് എഴുതിവിടുന്ന അത്ഭുതകരമായ ഒരു പ്രയോഗമുണ്ട്. അവർ പറയണേ, ഈ ഗർഭപാത്രത്തിനുള്ളിൽ കിടക്കുന്ന 26, 27, 26, 27 ഡേയ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാവാൻ പോകുന്ന ഒരു ഇറച്ചി കഷ്ണം, അത്രേ ഉള്ളൂ. ഒരു ഇറച്ചി കഷ്ണമാണെന്ന് ഉമ്മയുടെ ഒരു സഹോദരിയുടെ ഗർഭത്തിനുള്ളിലുള്ളത്. അതിനെ ഒന്ന് സ്കാൻ ചെയ്യുക, നല്ല ക്ലാരിറ്റിയിൽ സ്കാൻ ചെയ്ത് ഈ സ്റ്റേജ് പോലെയുള്ള സ്ക്രീനിലിട്ട് വലുതാക്കി ജനങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുത്താൽ, അമേരിക്കയിലെ ബിഷക്കരന്മാര് പറയാ, അതിൽ മനുഷ്യന്റെ പല്ല് പതിഞ്ഞടയാളമുണ്ട്. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്റെ പല്ല് പതിഞ്ഞടയാളമുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയായി 1 മാസം സമയമാകുമ്പോ സ്കാൻ ചെയ്തിട്ട് ആ ചിത്രം ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് വലുതാക്കി സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ അതിൽ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ പല്ല് പതിഞ്ഞടയാളമുണ്ട്. എന്നിട്ട് അമേരിക്കയിലെ ഗൈനക്കോളജിസ്റ്റുകളായ ബിഷക്കരന്മാർ ലോകത്തോട് പറഞ്ഞു, ആരാണ്
ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിനുള്ളിൽ കിടക്കുന്ന രക്തകഷ്ണത്തിൽ കടിച്ചത്. ആരാ കടിച്ചത്? ആരും കടിക്കണ്ട, ഇത് അല്ലാഹ് പറഞ്ഞതാണ്. അങ്ങനെയാണ് രണ്ടാമത്തെ ഘട്ടം. ആ ഇറച്ചി കഷ്ണത്തിൽ മനുഷ്യൻ കടിച്ചു തുപ്പിയ ഇറച്ചി കഷ്ണം പോലെയുണ്ടാകും ഗർഭപാത്രത്തിനുള്ളിൽ എന്ന് അല്ലാഹയാണ് ഖുർആനിൽ പറഞ്ഞത്. അത് മാറ്റമുണ്ടാവില്ല. അത് സയൻസ് അംഗീകരിച്ചു ഇല്ലേ? ഇനി 1400 വർഷങ്ങൾക്കും അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, ഗർഭപാത്രത്തിന് 3 ഇരുട്ടറയുണ്ട്. ഗർഭപാത്രത്തിന് 3 ഇരുട്ടറയുണ്ട്. ഞാൻ ചോദിച്ചല്ലോ, സ്കാനിംഗ് സംവിധാനങ്ങളുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ ഹൈടെക് ലോകത്ത് കാണുന്നത് പോലെ അതിന്റെ ഉള്ളറകളെ കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കാനുള്ള സുതാര്യമായ സംവിധാനങ്ങൾ ലോകത്തന്നുണ്ടോ? ഇല്ല. എന്നിട്ടും പ്രവാചകൻ ഓതിക്കൊടുത്തു. കേട്ടോളൂ, ഖുർആനിൽ 2 കാര്യം ഞാൻ പറഞ്ഞു, 3ാമത്തെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതിക്കൊടുത്തു പരിശുദ്ധ ഖുർആനിലെ 39ാം അധ്യായം സൂറത്ത് സുമറിലെ അതിന്റെ 6ാമത്തെ വചനം എത്തുമ്പോൾ കാണാം, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാത്തികും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാത്തിൻ സലാസ്. സുബ്ഹാനല്ലാഹ്. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ കുറിച്ചു വെച്ച് പേനയും പേപ്പറും എടുത്ത് എഴുതി വെച്ച് പരിശോധിച്ചോളൂ. അത്ഭുതങ്ങളായ പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാത്തികും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാത്തിൻ സലാസ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, നിങ്ങളുടെ ഉദരങ്ങളിൽ, സ്ത്രീകളെ, നിങ്ങളുടെ ഉദരങ്ങളിൽ, നിങ്ങളുടെ ഗർഭപാത്രങ്ങളിൽ അല്ലാഹു പറയാ, ഓരോ ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് ഒരു കുഞ്ഞിനെ സംവിധാനിക്കുമ്പോ അല്ലാഹു പറയാ, ആ സംവിധാനം ഘട്ടങ്ങളായി റബ്ബ് പൂർത്തീകരിക്കുന്നത് ഫീ ളുലുമാത്തിൻ സലാസ്, 3 ഇരുട്ടറക്കുള്ളിൽ വെച്ചുകൊണ്ടാണ്. ഖുർആനാ പറഞ്ഞത്. ഇന്ന് ശാസ്ത്രം പറയുന്നതോ, ഗർഭപാത്രത്തിന് 3 അറയുണ്ട്, ഓരോ അറക്കും 3 പാളികളുണ്ട്. ടോട്ടൽ അതിന് 3 പാളി എന്നേ പറയാൻ പറ്റൂ എന്ന് ഈ സദസ്സിൽ ഡോക്ടർമാരുണ്ടാവാം, കേൾക്കുന്നവരിൽ വിശകരന്മാരുണ്ടാവാം. ഖുർആൻ പറഞ്ഞതിൽ സയൻസ് എവിടെങ്കിലും അത് ശരിയല്ലെന്ന് പറഞ്ഞോ? ഇനി സയന്റിസ്റ്റുകൾ ആരെങ്കിലും ഖുർആൻ പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞാൽ അത് വരും വർഷങ്ങളിൽ തിരുത്തി പറഞ്ഞ് ഖുർആൻ പറഞ്ഞതാണ് ശരിയെന്ന് പറയും. അതാ ലോകത്ത് നടന്നിട്ടുള്ളത്. കാരണം ഇത് മനുഷ്യനിർമ്മിതമല്ല, ഇത് മനുഷ്യന്റെ കൈകടത്തലുകൾ നടന്നിട്ടില്ല എന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ലോകത്തിൽ നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. ആർക്കും പരിശോധിക്കാം, എവിടെയും പരിശോധിക്കാം. ലോകത്ത് എത്രയോ പരിശോധനകൾ കഴിഞ്ഞതാണ്. 230 കോടിയോളം ക്രൈസ്തവരുണ്ട് ലോകത്ത്, 200ഓളം കോടി മുസ്ലിങ്ങളുണ്ട് ലോകത്ത്, അല്ലേ? അപ്പൊ തന്നെ ഏകദേശം ലോക ജനസംഖ്യയുടെ വലിയൊരു ശതമാനമായി 430ഓളം കോടി മനുഷ്യരായി ക്രൈസ്തവരും മുസ്ലിങ്ങളും ചേർന്നാൽ, ഇല്ലേ പ്രിയപ്പെട്ടവരെ? ഇനി നിങ്ങൾ ചിന്തിക്ക്. എന്നിട്ട് ഗവേഷണങ്ങളും പഠനങ്ങളും തർക്കങ്ങളും വിതർക്കങ്ങളും ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഈ വിഷയങ്ങളിൽ ലോകത്ത് നടക്കുന്നുണ്ട്. എന്നിട്ട് എവിടെയെങ്കിലും ഈ ആധുനിക സംവിധാനങ്ങളൊക്കെ നിലനിന്നിട്ട് ഖുർആനിൽ ഒരു അബദ്ധമുണ്ട്, ഈ പറഞ്ഞത് ശരിയല്ല എന്ന് ശാസ്ത്രലോകത്തിനോ ഭ്രൂണശാസ്ത്ര വിദഗ്ധന്മാർക്കോ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാൻ സാധിച്ചിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. അത് ഈ പറയുന്ന എന്റെയോ കേൾക്കുന്ന നിങ്ങളുടെയോ നമ്മുടെയോ കഴിവല്ല, ഇത് അല്ലാഹുവിന്റെ കലാമാണ്. 4, ഞാൻ വേഗത്തിൽ ഓരോന്നിങ്ങനെ പറഞ്ഞു പോവാണ്. 4ാമത്തെ കാര്യം, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയും ആകാശവും തമ്മിൽ ഒട്ടിപ്പിടിച്ചതായിരുന്നു. അതിന് അല്ലാഹു വേർപ്പെടുത്തിയതാണ്. ശാസ്ത്രം അത് ചർച്ച ചെയ്തിട്ടില്ലേ? ഇല്ലേ? ശാസ്ത്രം അങ്ങനെ ഒരു സ്ഫോടനം നടന്നു എന്ന് പറയുന്നില്ലേ? ഈ ആകാശഭൂമിയെ വേർപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള പഠനം ശാസ്ത്രലോകത്തില്ലേ? പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എന്താണ് പറയുന്നത് നോക്കൂ. അബലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർദ് കാനതാ റത്ഖൻ. മനുഷ്യരോട് ചിന്തിക്കാൻ പറയാണ് ഖുർആൻ മനുഷ്യരോട് ആലോചിക്കാൻ പറയാണ്. അബലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർദ് കാനതാ റത്ഖൻ. അത് രണ്ടും ഒട്ടിപ്പിടിച്ചതായിരുന്നു. ഏത്? ആകാശവും ഭൂമിയും. എന്നിട്ട് അല്ലാഹു പറയാ ഫഫതഖനാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ അഫലാ യുഅ്മിനൂൻ. ഖുർആന്റെ പ്രയോഗമാണ്. പരിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ വചനമാണ്.
അപ്പൊ ഈ ആകാശം ഭൂമിയും ഒട്ടിപ്പിടിച്ചതായിരുന്നു. അള്ളാഹു അതിനെ വേർപ്പെടുത്തിയ അത്ഭുതത്തെ കുറിച്ച് പറയുന്നു. 4 അതേ ആയത്തിൽ തന്നെ എല്ലാ ജീവനുള്ളതിനെയും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പറയാ, എല്ലാറ്റിനെയും നാം വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ശാസ്ത്രം പറയാ എല്ലാ ജീവജാലങ്ങളെ കുറിച്ച് പറയുമ്പോഴും ശാസ്ത്രം പറയുന്നു കോശങ്ങളെ കുറിച്ച്. ആ കോശത്തിന്റെ മഹാഭൂരിപക്ഷവും വെള്ളമാണ് അല്ലേ? അതിൽ ശാസ്ത്ര ലോകത്തെ ചർച്ചയല്ലേ ഇത്? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന പ്രവാചകൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മുമ്പിൽ പറയുക? എങ്ങനെ പറയും? എങ്ങനെയാണ് ഇത് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുക? അപ്പൊ അത് അള്ളാഹുവിന്റെ വഹയാണ്, അള്ളാഹുവിന്റെ ദിവ്യബോധനമാണ്. ആ അർത്ഥത്തിലാണ് നിങ്ങൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി 6ാമത്തെ കാര്യത്തിലേക്ക് കടക്കുമ്പോ കാണാം, മറജൽ ബഹ്റൈനി യൽതഖിയാൻ. നോക്കൂ ഖുർആനിലെ പ്രയോഗം, മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായിട്ടാണ് പ്രയോഗിക്കുന്നത്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഒരുപാട് സമുദ്രങ്ങൾ ചേരുന്ന, കടലിൽ വന്ന് ചേരുന്ന സ്ഥലത്ത് ശാസ്ത്രം പറയാണ് ഉപ്പുള്ള കടലിലെ വെള്ളവും സമുദ്രങ്ങൾ ചേർന്നു വരുന്ന സ്ഥലത്ത് ഉപ്പില്ലാത്ത ഭാഗവും വേർതിരിച്ചു നിൽക്കുന്നു. എന്നിട്ട് ശാസ്ത്രം പറഞ്ഞ വാക്കെന്താ അറിയോ? ഞാൻ അങ്ങനെ തന്നെ അത് കേൾപ്പിക്കാൻ നിങ്ങളെ. ജലത്തിന്റെയും ലവണത്തിന്റെയും താപനിലയുടെയും കാരണമായി അത് കൂടിച്ചേരാതെ നിലനിൽക്കുകയാണ്. എങ്ങനെ? ശാസ്ത്രം ലോകത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. അല്ലാഹു പറയാ, 2 സമുദ്രങ്ങളെ തമ്മിൽ അല്ലാഹു തആല ചേർന്നു പോകാതെ അവിടെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു മറ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു വെച്ചിരിക്കുന്നു. അവിടെ പാറയും മതിൽക്കെട്ടൊന്നുമില്ല, പക്ഷെ അല്ലാഹു ഒരു മറ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ശാസ്ത്രം പറയാണ് അത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ചേരാതെ നിൽക്കുന്നു. ആരാണ് ചേരാതെ നിർത്തിയത്? ആരാണ് ചേരാതെ നിർത്തിയത്? കടപ്പുറത്ത് താമസിക്കുന്ന ആള്, അപ്പുറത്ത് ആഞ്ഞു വീശുന്ന തിരമാലകളുള്ള ആ സമുദ്രം, കടല്, ആ കടലിന്റെ ഇപ്പുറം 50 മീറ്റർ 100 മീറ്റർ ഇപ്പുറം താമസിക്കുന്ന ഒരാൾ കുടിക്കുന്ന കിണറിൽ ഉപ്പില്ലാത്ത വെള്ളം അല്ലാഹു അവന് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒരു ടോയ്ലറ്റിന്റെ ടാങ്കും നമ്മുടെ കിണറും തമ്മിൽ ഇത്ര മീറ്റർ വ്യത്യാസം വേണം, ചെറുതാണ്. ഭൂമിയുടെ 1/4 ഭാഗം കിടക്കുന്ന സമുദ്രം, കടല്, ആ കടലിന്റെ 50 മീറ്റർ ഇപ്പുറം കുടിക്കുന്ന കിണറിൽ ഉപ്പില്ലാത്ത വെള്ളം കൊടുത്ത ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പറയാ, കടലുകൾ തമ്മിൽ കൂടിച്ചേരാതെ, ആ ബഹ്റുകൾ തമ്മിൽ കൂടിച്ചേരാതെ അതേ അവിടെ ഒരു മറ അല്ലാഹു വെച്ചിരിക്കുന്നു. എന്നിട്ട് ശാസ്ത്രം പറയാ, അപ്പുറത്ത് നിന്നെടുത്താല് ചവർപ്പുള്ള വെള്ളം, ഇപ്പുറത്ത് നിന്നെടുത്താൽ മറ്റൊരു വെള്ളം. സുബ്ഹാനല്ലാഹ്. ഇതെങ്ങനെ മുഹമ്മദ് നബി അന്ന് പറഞ്ഞു കൊടുക്കുക? സമുദ്ര ശാസ്ത്രത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠനം നടത്തിയത്? പരിഹസിക്കുന്ന ആളുകളുണ്ട്, ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്, കളിയാക്കുന്ന ആളുകളുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, ജേട്ടനേക്കാൾ, അനിയനേക്കാൾ, മക്കളേക്കാൾ, ആസ്തിയേക്കാൾ, സ്വത്തിനേക്കാൾ, സർവ്വതിനേക്കാൾ ഒരു മുസ്ലിമിന് ഇഷ്ടം അല്ലാഹ് കഴിഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആ പ്രവാചകൻ, അള്ളാഹുവിന്റെ ദൂതൻ, ഇത് ആളുകൾക്കിടയിൽ ഓതിക്കൊടുത്തപ്പോ, പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കൂ, മനസ്സിലാക്കൂ, മുസ്ലിങ്ങളും അല്ലാത്തവരും മനസ്സിലാക്കൂ. എങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് ഓതിക്കൊടുക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇത് വ്യക്തമാക്കി കൊടുക്കാൻ കഴിയുക? പോരാ, 8ാമത്തെ കാര്യത്തിലേക്ക് കിടക്കാൻ ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ദാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഒക്കെ പറയാ, നിങ്ങളെല്ലാ കുന്നുകളും ഇടിക്കരുത്, വയലുകൾ നിരത്തരുത്, പാടം മണ്ണിട്ട് മൂടിക്കളയില്ലേ. പ്രകൃതിയുമായി ബന്ധപ്പെട്ട കുറെ ചർച്ചകളും നിയമങ്ങളും ഒക്കെ ഇവിടെ നമ്മളൊക്കെ കേൾക്കുന്നതാണ്. പർവ്വതങ്ങളെ തല്ലി തകർക്കല്ലേ. ശാസ്ത്രം ലോകത്തോട് വിളിച്ചു പറയുന്നു, പർവ്വതങ്ങൾ മുഴുവനും തല്ലി തകർത്താൽ ഭൂമി പെട്ടെന്ന് കുലുങ്ങും, ഭൂമിയുടെ ബാലൻസ് തെറ്റുമെന്ന് പറയുന്നു. എത്രയോ അപകടങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. പരീക്ഷണങ്ങളായി മനുഷ്യർ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് പ്രപഞ്ചത്തിന്റെ നാഥൻ പരീക്ഷണങ്ങൾ അയച്ചിട്ടുണ്ട്.
നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ അങ്ങനെ ഒരു പരീക്ഷണം വരുന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയരാണോ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പർവ്വതങ്ങളെ അള്ളാഹു തആല പ്രയോഗിച്ചത് എന്താണെന്നറിയുമോ? നിങ്ങളെയും കൊണ്ട് ഈ ഭൂമി കറങ്ങുന്നുണ്ട്, എന്നാൽ നിങ്ങളെയും കൊണ്ട് ആടിപ്പോകാതിരിക്കാൻ, നിങ്ങളെയും കൊണ്ട് ഈ ഭൂമി ആടിപ്പോകാതിരിക്കാൻ അള്ളാഹു സ്ഥാപിച്ച ആണികളാണ് പർവ്വതങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഇത് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഒരു സ്ഥലത്ത് ഖുർആൻ സൂചനാപരമായി സൂചിപ്പിച്ചു, ഈ പർവ്വതങ്ങൾ ആണിയെപ്പോലെയാണ് എന്ന്. കേരളത്തിൽ ഒരു വലിയ ചിന്തകൻ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വലിയൊരു ചിന്തകനാണ് എന്ന് മുമ്പ് പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ, അയാൾ ഖുർആൻ മുഴുവനും പരിശോധിച്ചിട്ട് പറഞ്ഞു, ഖുർആനിൽ ഞാൻ പഠനം തുടങ്ങിയപ്പോൾ തന്നെ വലിയ ഭീമാകാരമായ ഒരു തെറ്റ് ഞാൻ കണ്ടു. അത് ഞാൻ ആദ്യം ഇഷ്ടം പോലെ തെറ്റുകളുണ്ട്, ഒന്ന് പറയാം, അതില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്, മനസ്സിലായില്ലേ? കുറെ തെറ്റുണ്ട്, ഒന്ന് ഞാൻ ഇപ്പൊ പറയാന്ന് പറയുന്നത്, ബാക്കി എന്താ പറയാത്തത്? ആ ഒന്ന് പറഞ്ഞത് എന്താ? പർവ്വതങ്ങൾ ആണി പോലെയാണ് വൽ ജിബാല ഔതാദ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്ക്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പർവ്വതങ്ങൾ നോക്കൂ മക്കളെ, പർവ്വതങ്ങൾ നോക്കൂ മനുഷ്യരെ, പർവ്വതത്തിന്റെ കൂർത്ത ഭാഗം അതിങ്ങനെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയാണ്. ആണിയുടെ കൂർത്ത ഭാഗം എവിടെയാണ് കാണാറുള്ളത്? ഒരു മരത്തിലടിക്കുമ്പോ, ഒരു ചുമരിലടിക്കുമ്പോ, ഒരു പ്രതലത്തിലടിക്കുമ്പോ ഷാർപ്പായ കൂർത്ത ഭാഗം ചുമരിനുള്ളിലേക്ക് പോകും, പരന്ന ഭാഗമാണ് നമ്മൾ പുറത്ത് കാണാറുള്ളത്. എന്നാൽ പർവ്വതം പോലെ ആണ്, എങ്ങനെ? ആണികളെ പോലെയാണ് പർവ്വതങ്ങൾ എന്ന് ഖുർആൻ പ്രയോഗിച്ചത് തന്നെ ഒരു ചെറിയ കുട്ടിക്ക് പോലും അതിൽ അബദ്ധം മനസ്സിലാകുമെന്ന് പറഞ്ഞ് വലിയ മലയാളത്തിലൊക്കെ ക്ലാസ് എടുത്ത ആളുകൾ ഉണ്ടായിരുന്നു. അവരൊന്നും ഒന്നും മിണ്ടുന്നില്ലപ്പോ. കാരണം എന്താ? പർവ്വതങ്ങളെ കുറിച്ച് പഠിച്ച ആളുകൾ പറഞ്ഞു, പർവ്വതങ്ങൾ ഇങ്ങനെ ഒരു 50 മീറ്റർ 100 മീറ്റർ ഉയർന്ന് അതിന്റെ മേൽഭാഗം ഇങ്ങനെ കൂർത്തു വന്നിട്ടുണ്ടെങ്കിൽ ആ പർവ്വതങ്ങളുടെ അടിവേരുകൾ ഭൂമിയിലേക്ക് ആണിയെപ്പോലെ തുളച്ച് കയറിയിട്ടുണ്ട് എന്ന് ശാസ്ത്രം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അല്ലേ? നിങ്ങൾ ഈ മുകൾ കാണുന്നത് പോലെയല്ല പർവ്വതം. പർവ്വതത്തിന് അടിവേരുകളുണ്ട്, അത് ഷാർപ്പായി കൂർത്ത് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ പർവ്വതങ്ങളുടെ, ഈ ഭൂമിയുടെ ബാലൻസ് കീപ്പ് ചെയ്യുന്ന പർവ്വതങ്ങളുടെ മേൽഭാഗത്തെ നിങ്ങൾ ഹിറ്റാച്ച് കൊണ്ട് തകർത്ത് കളയല്ലേ? JCB ഉപയോഗിച്ച് മുഴുവനും ഉടച്ചു കളയല്ലേ? ഈ നാട്ടിൽ, അങ്ങനെ ചെയ്യുന്ന നാട്ടിൽ ഭൂമി കുലുക്കത്തിന് സാധ്യത കൂടുതലാണ് എന്ന് സയൻസ് ലോകത്തോട് വിളിച്ചു പറയുമ്പോ ഖുർആനിന്റെ പ്രയോഗം എന്താ? വൽ ജിബാല ഔതാദ, പർവ്വതങ്ങൾ ആണി പോലെയാണ്. പോരാ, മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പ്രയോഗിച്ച വാക്ക് ഞാൻ പറഞ്ഞല്ലോ, വജഅൽനാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിഹിം, അവരെയും കൊണ്ട് ആടിപ്പോകാതിരിക്കാൻ ഉറച്ച പർവ്വതങ്ങളെ, ഭദ്രമായ പർവ്വതങ്ങളെ നാം ഭൂമിയിൽ സ്ഥാപിച്ചു എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയാൻ. അപ്പൊ ഈ പർവ്വതങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന്റെ ആയത്തോതി 1400 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് അത്ഭുതകരമായ ഈ വാക്കുകൾ പറയാൻ കഴിഞ്ഞത്? ഉറപ്പിച്ചു പറയുന്നു, ഇത് മുത്തുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തങ്ങളുടെ വാക്കല്ല, അള്ളാഹുവിന്റെ കലാമാണ്. അതുകൊണ്ടാണ് ഖുർആൻ തന്നെ പറഞ്ഞത്, നബി ലോകത്തോട്, നബിയോട് പറയാൻ പറഞ്ഞു, ഉമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. മനുഷ്യരോട് ഖുർആൻ മുത്തുനബിയുടെ നാവ് കൊണ്ട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്താ പറഞ്ഞത്? ഞാൻ എന്റെ ഇഷ്ടപ്രകാരമല്ല ഇതൊന്നും പറയുന്നത്, ഒന്നും ദീനിന്റെ ഒരു കാര്യവും ഇല്ല, ഞാൻ പ്രഖ്യാപിക്കുന്നത് എന്റെ ഇഷ്ടപ്രകാരമല്ല, ലോകരക്ഷിതാവായ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഖുർആൻ ശാശങ്കകൾക്കിടമില്ലാത്ത വിധം പ്രഖ്യാപിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ അത് ഖുർആനിലേക്ക് മനുഷ്യരെ നിങ്ങളെ വിളിക്കുകയാണ്. എത്ര പഠിക്കാനുണ്ട്. ഫാത്തിഹ സൂറത്ത് 1-ാം അധ്യായം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരൊറ്റ വാചകം. ഈ നാട്ടിലെ എല്ലാ മുസ്ലിങ്ങളോടും ഞാൻ ചോദിക്കുക, അതിന്റെ അർത്ഥം എന്താ? ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാണ് അൽഹംദ്. വെറും സ്തുതിയല്ല, സർവസ്തുതിയും. എന്നാൽ അവിടെ അവസാനിച്ചു. അതിന്റെ അർത്ഥം അവസാനിച്ചോ? ആലം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ സാധാരണ മുസ്ലിങ്ങളോട് ചോദിച്ചോക്ക്, ആലം എന്നതിന്റെ അർത്ഥം എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ ഈ ആലമിൽ എന്തൊക്കെ പെടും? എത്ര പേർക്ക് പറയാൻ പറ്റുമോ ഇതിന്റെ ആൻസർ? അപ്പൊ പഠിക്കേണ്ടത് നമ്മള് ഈ ആലം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹ് ഒഴിച്ച് ലോകത്ത് എന്തൊക്കെ ഉണ്ടോ
ഏതൊക്കെ സൃഷ്ടികളുണ്ടോ, ഏതൊക്കെ ചരാചരങ്ങളുണ്ടോ, എല്ലാം അതിന്റെ ഉള്ളിൽ വരികയാണ്. അതുകൊണ്ട് ഞാൻ സ്തുതിക്കുന്നു, സർവസ്തുതിയും ഈ കാണുന്ന ചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന, അല്ലേ, ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് കിലോമീറ്ററുകൾ പറക്കുന്ന ദേശാടന പക്ഷികളെ സംവിധാനിച്ച ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ ഞാനിതാ സ്തുതിക്കുകയാണ്. ബീവർ എന്ന് പറയുന്ന കൊച്ചുമൃഗം കൂർത്ത പല്ലുകൊണ്ട് വലിയ മരങ്ങളെ വാളുകൊണ്ട് മുറിച്ചെടുത്തതുപോലെ കാർന്നെടുത്ത് വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊണ്ടുപോയി കൂടുണ്ടാക്കുന്ന ബീവറിനെ സംവിധാനിച്ച ലോകത്തിന്റെ രക്ഷിതാവേ, നിന്നെ സ്തുതിക്കുകയാണ്. അല്ലെ, സാൽമൻ മത്സ്യങ്ങൾ യാത്ര ചെയ്ത് എത്രയോ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് മറ്റൊരു കടലിടുക്കിലെത്തി അവിടെ വെച്ച് പ്രജനനം നടത്തി തള്ള സാൽമൻ മത്സ്യങ്ങൾ അവിടെ വെച്ച് മരിച്ചു പോകുന്ന, ആത്മഹത്യ ചെയ്യുന്നു എന്നുവരെ ശാസ്ത്രം അതിന് പ്രയോഗിച്ചിട്ടുണ്ട്. മരിച്ചു പോകുന്ന സാൽമൻ മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങൾ അമ്മ പുറപ്പെട്ട അതേ കടലിടുക്കിലേക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് റൂട്ട് തെറ്റാതെ വഴിമാറാതെ അവർ അമ്മ വന്ന കടലിടുക്കിലേക്ക് തിരിച്ചു നീന്തുന്നു. ആര് വഴി കാണിച്ചു കൊടുത്തു? ആര് വഴി കാണിച്ചു കൊടുത്തു? ഈ കണ്ണൂർ ജില്ലയിലെ ഈ പ്രദേശത്തേക്ക് ദേശാടന പക്ഷികൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പാറി ഇവിടുത്തെ പ്രദേശത്തേക്ക് അതിന് പറ്റുന്ന സാഹചര്യത്തിൽ കടന്നു വരുന്നു. തിരിച്ചവർ പറക്കുന്നു. ഒരു ഗൂഗിൾ മാപ്പും അവർ ഓൺ ചെയ്യുന്നില്ല. റൂട്ട് തെറ്റാതെ അവർ പുറപ്പെട്ട രാജ്യങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു. ആര് വഴി കാണിച്ചു? ആരാ വഴി കാണിച്ചത്? അഹങ്കാരിയും ധിക്കാരിയുമായ ഫിർഔൻ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഈ ധിക്കാരിയായ ഫിർഔന്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുമ്പോ ഫിർഔൻ ഇങ്ങനെ വിചാരിച്ചത് എന്താ? ഞാനാണ് ലോകത്തിന്റെ റബ്ബ് എന്നാണ്. അത്ര വലിയ അഹങ്കാരിയാണ്. ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ കൊട്ടാര സമുച്ചയങ്ങൾ ഉണ്ടാക്കി അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പ്രഖ്യാപിച്ച അഹങ്കാരിയാണ്. നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ധിക്കാരിയായ അഹങ്കാരിയായ വിശ്വസിച്ച ആളുകളോട് നിങ്ങൾ എന്റെ സമ്മതമില്ലാതെ വിശ്വസിച്ചുവല്ലേ മൂസയുടെ റബ്ബിൽ എന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ വലത്തെ കാൽ വെട്ടുന്നു, ഇടത്തെ കൈ വെട്ടുന്നു എന്ന് പറഞ്ഞ് വിപരീതാർത്ഥത്തിൽ കൈയും കാലും മുറിച്ചു കളഞ്ഞ ധിക്കാരിയായ ഫിർഔൻ, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് ഏകദൈവ വിശ്വാസത്തിന്റെ വിളംബരം നടത്തി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോകുമ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വിക്കുണ്ട്. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർന്നതാണ്. ഫിർഔനത് അറിയും. മൂസാ നബിക്ക് വിക്കുണ്ട്, സംസാരത്തിന് കൊഞ്ഞപ്പടയുണ്ട്, സംസാരിക്കാൻ പ്രയാസമുണ്ട് എന്ന് ഫിർഔനിനറിയും. ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്നതാ. അതുകൊണ്ട് മൂസാ നബിക്ക് ഫിർഔനെ കുറിച്ച് ശരിക്കറിയും. കളിയാക്കും, പരിഹസിക്കും, എല്ലാവരുടെ ഇടയിലിട്ട് ഇൻസൾട്ട് ചെയ്യും എന്നൊക്കെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയാം. അതുകൊണ്ട് അല്ലാഹു തആല മൂസാ നബിയുടെ കൊട്ടാരത്തിലേക്ക് ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ പറയുമ്പോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞു, റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പടച്ചോനെ, ഞാൻ പറയുന്ന വാക്ക് മനസ്സിലാക്കി കൊടുക്കണേ അല്ലാ, അതിനുള്ള കഴിവെനിക്ക് കൊണ്ട അല്ലാ, എന്റെ ഹൃദയത്തിന് വിശാലത കൊണ്ട റബ്ബേ, എന്റെ സഹോദരൻ ഹാറൂനെ എന്റെ കൂടെ സഹായിയായി വെച്ചുകൊണ്ട അല്ലാ, എന്റെ നാവിന്റെ കെട്ടിക്കുടുക്കുകൾ അഴിച്ചുകൊണ്ട അല്ലാ പറഞ്ഞില്ലേ, പ്രാർത്ഥിച്ചു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം റംസസ് രണ്ടാമനെന്നറിയപ്പെടുന്ന ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് ചെന്ന് തൗഹീദ് പറയാൻ പോവുക. ചെന്ന ഉടനെ ഫിർഔൻ ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് വലിയൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് എന്ന നിലക്ക് ചോദിച്ചു. എന്താ ചോദിച്ചത്? അല്ലയോ മൂസ, അല്ലയോ മൂസ, ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ, ഓ മൂസ, നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്? നിങ്ങളെ രണ്ടുപേരെയും പറഞ്ഞയച്ച റബ്ബ് ആരാണ്? എന്നിട്ട് എന്തിനാ പിന്നെ മൂസാ നബിയുടെ പേര് വിളിച്ചത്? നമ്മൾ രണ്ടാളൊരു വീട്ടിൽ നിങ്ങൾ ആരാ അങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് ചോദിച്ചിട്ട് ഒരാളുടെ പേര് വിളിക്കുക. അതെന്തിനാ അങ്ങനെ വിളിച്ചത്? ഫിർഔൻ മൂസാ നബിയുടെ പേര് വിളിച്ചിട്ട് ചോദിച്ചതിനെ തഫ്സീർ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ? മൂസാ നബിക്ക് വിക്കുണ്ട്. ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന ഹാറൂൻ നബിക്ക് നല്ല വാക്ചാരുതയുണ്ട്, നല്ല സംസാരശേഷിയുണ്ട്. അതുകൊണ്ട് ഈ ഫിർഔൻ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാന്ന് ചോദിച്ചാൽ ഉത്തരം ആര് പറയും? ഫിർഔനിന്റെ മനസ്സിലുള്ളത് ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം പറയും. അപ്പൊ ആളുകൾക്കിടയിൽ ചിലപ്പോ ഉത്തരം മുട്ടും ഫിർഔനിന്. അതുകൊണ്ട് ഫിർഔൻ എന്ത് തീരുമാനിച്ചു? വിക്കുള്ള കൊഞ്ഞപ്പടയുള്ള മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കണം.
അതിനാ ചോദിച്ചത് ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ, നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് മൂസ? മൂസാ നബി പ്രാർത്ഥിച്ച് ഈ നാവിന്റെ കെട്ടുകുടുക്കൊക്കെ അല്ലാഹ് മാറ്റിക്കൊടുത്ത് അഴിച്ച് സുഖമായിട്ട് വന്നത് ഫിറഔൻ അറിയില്ല. മൂസാ നബി ഉത്തരം പറഞ്ഞു, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങൾ റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനാണ്. അവിടെ നിൽക്കുന്നില്ല ഫിറഔൻ. സൃഷ്ടിച്ചതിന് ശേഷം അതിനുവേണ്ട മാർഗനിർദ്ദേശം നൽകിയവനാണ്. ഒരു കോഴിമുട്ടയിൽ നിന്ന് കുഞ്ഞ് വിരിഞ്ഞിറങ്ങുമ്പോ ആരും കോച്ചിങ് ക്ലാസ് കൊടുത്തിട്ടില്ല, ഇല്ല, ആരും പരിശീലനം കൊടുത്തിട്ടില്ല. 2 ദിവസമായിട്ടുള്ളൂ മുട്ടത്തോടിനുള്ളിൽ നിന്ന് പുറത്തു വന്നിട്ട്, അല്ലേ? എന്നിട്ടോ തള്ളക്കോഴി ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോ കോഴിക്കുഞ്ഞുങ്ങൾ ചിറകിനുള്ളിലേക്ക് ഓടി ഒളിച്ചു. കല്ലിന്റെ മറവിലേക്ക്, ഇലയുടെ ഉള്ളിലേക്ക്, ചപ്പു ചവറിന്റെ മറവിലേക്ക് മാറി നിന്നു. ഈ തള്ളക്കോഴി എന്റെ അമ്മയാകുന്ന കോഴി ഉണ്ടാക്കിയ സൗണ്ട് അപകടത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് കോഴിക്കുഞ്ഞിന് ആരാ പറഞ്ഞു കൊടുത്തത്? ആരാ പരിശീലിപ്പിച്ചത്? ഇന്നലെ വരെ കോഴിമുട്ടക്കുള്ളിൽ കടന്ന കോഴിക്കുഞ്ഞിന് ആരാ ഇത് പറഞ്ഞു കൊടുത്തത്? ഈ സൗണ്ട് കേട്ടാൽ ഒളിക്കണം, റെഡ് സിഗ്നൽ ആണ് എന്ന് ആരാ പറഞ്ഞു കൊടുത്തത്? ഉത്തരം ഖുർആനിലുണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. സൃഷ്ടിക്കുക മാത്രമല്ല, എന്നിട്ട് അതിനു വേണ്ട മുന്നോട്ട് നീങ്ങാനുള്ള മാർഗത്തെ പഠിപ്പിച്ചു കൊടുത്തവനാണ് അല്ലാഹ് എല്ലാ ജീവജാലങ്ങൾക്കും. അല്ലെ? അതിന് ബുദ്ധിയൊന്നും വേണ്ട, അവർക്ക് വിവേചന ശക്തിയൊന്നും വേണ്ട. അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ, അവരുടെ പ്രത്യുൽപാദനം നടക്കാൻ, അവർക്ക് കൂടുകെട്ടാൻ. ഒരു പക്ഷി, ഒരു ചെറിയ കുരുവി ഒരു ഓലയുടെ തുമ്പിൽ ഉണ്ടാക്കുന്ന കൂട് കണ്ടാൽ ആശ്ചര്യഭരിതരായി പോകും നമ്മൾ. എങ്ങനെ? അതൊക്കെ അല്ലാഹ് കൊടുത്തതാണ്, അതിന്റെ ജനിതക കോഡിൽ രേഖപ്പെടുത്തി കൊടുത്തതാണ്. ഈ ഉത്തരം അങ്ങോട്ട് പറഞ്ഞു. ഫിറഔൻ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുക. അപ്പൊ ഫിറഔന് വിട്ടുകൊടുക്കാൻ റെഡിയില്ല. ഫിറഔൻ ചോദിച്ചു, നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ നിങ്ങൾ ഏകദൈവ വിശ്വാസത്തെ പഠിപ്പിക്കാനാണ്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയാനാ, അവനെ മാത്രം ആരാധിക്കണമെന്ന് പറയാനാ, അവനായി ലോകത്തിന്റെ സ്രഷ്ടാവ് എന്ന് പഠിപ്പിക്കാനാ, അവന്റേതാണ് ഈ ആകാശഭൂമികൾ എന്ന് പറയാനാ, നാളെ മരണം കഴിഞ്ഞ് അള്ളാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് ചേരണമെന്ന് പഠിപ്പിക്കാനാ, അവിടെ റബ്ബിന്റെ കോടതി ഉണ്ട് എന്ന് പറയാനാ? ഓ മൂസ, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞുപോയ ഞങ്ങളുടെ വാപ്പാരും വല്ലിപ്പാരൊക്കെ അവസ്ഥ എന്താ? ഫിറഔൻ ചോദിച്ചതാ മൂസയോട് അലൈഹിസ്സലാത്തു വസ്സലാമിനോട്. നേരത്തെ ഉത്തരം കിട്ടി, കറക്റ്റ്. സൃഷ്ടിക്കുക മാത്രമല്ല, എന്നിട്ട് വേണ്ട മാർഗനിർദ്ദേശം കിട്ടി. അതിന്റെ ഉദാഹരണം ഇപ്പൊ ഞാൻ എത്രയോ പറയാ. ഒരു കോഴിക്കുഞ്ഞിന്റെ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തള്ളക്കോഴി ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ കുട്ടികളെ കൊളിക്കും. പിന്നെ കാക്ക പോയി, പരുന്ത് പോയി, കടികം പോയി എന്ന് കണ്ടാൽ തള്ളക്കോഴി വേറെ സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ കാണാം ഇലയിലുള്ളിൽ മെല്ലെ തല പുറത്തേക്ക് ഇട്ട് പതുക്കെ വരും, അമ്മയുടെ ചിറകിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങും. ഇതാ ഈ സൗണ്ട് ഗ്രീൻ സിഗ്നൽ ആണ് എന്ന് ഈ കോഴിക്കുഞ്ഞിന് ആരാ പറഞ്ഞു കൊടുത്തത്? നേരത്തെ കേട്ട റെഡ് ആണ്, ഇപ്പൊ ഗ്രീൻ ആണ്. ആരാ പറഞ്ഞു കൊടുത്തത്? ആരാ പഠിപ്പിച്ചത്? അങ്ങനെ എല്ലാറ്റിനും. കാട്ടിൽ നാവ് പരിക്കനായ മൃഗമുണ്ട്, മുള്ളൊക്കെ തിന്നുന്ന മൃഗ. അതുകൊണ്ട് ആ കാട്ടിയുടെ നാവ് റഫാണ്. ബാക്കി എല്ലാ മൃഗങ്ങളും പ്രസവിച്ചാൽ ആനയടക്കം, അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ തടവി, അല്ലെങ്കിൽ പശു അതിന്റെ നാവ് കൊണ്ട് വൃത്തിയാക്കി, ആടതിന്റെ നാവ് കൊണ്ട് വൃത്തിയാക്കി, അധിക പിന്നെ മൃഗങ്ങളും നാവ് കൊണ്ട് തുടച്ചിങ്ങനെ വൃത്തിയാക്കും. എന്നാൽ കാട്ടി പ്രസവിച്ചാൽ അതിന്റെ കുഞ്ഞ് പ്രസവിച്ച് വീണ ഉടനെ സെക്കൻഡുകൾ കൊണ്ട് അത് പല്ലെ എണീക്കും. കൈയും കാലൊക്കെ നിവർത്തി ഒറ്റ എണീക്കല, എണീച്ചിട്ട് അമ്മയുടെ അടുക്കൽ നിന്ന് അങ്ങോട്ട് ഓടും. പതുക്കെ പതുക്കെ ഓടി കുറ്റിക്കാട്ടിൽ പോയി ഒളിക്കും. അമ്മ ആ പ്രസവിച്ചതിന്റെ ക്ഷീണത്തിൽ ഇങ്ങനെ നിൽക്കുക. ഏതാനും മിനിറ്റ് കഴിഞ്ഞാൽ തെരച്ചിൽ തുടങ്ങും. കുഞ്ഞിനെ പെട്ടെന്ന് കിട്ടൂല. അപ്പോഴേക്കും ഈ കുഞ്ഞ് ചപ്പിൽ കടന്ന് ഉരുണ്ട്, മണലിൽ കടന്ന് ഉരുണ്ട്, ശരീരത്തിന്റെ അഴുക്കുകളെല്ലാം നീങ്ങി ഈ അമ്മയാകുന്ന മൃഗം മിനിറ്റുകൾ കഴിഞ്ഞ് കണ്ടുമുട്ടുമ്പോഴേക്ക് ശരീരത്തിലെല്ലാ കൊഴുപ്പും അഴുക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി നക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ മൃഗത്തിന്റെ നാവ് മുള്ളു പോലത്തെ നാവാണ്, നക്കിയാൽ കുഞ്ഞിന് പരിക്കേൽക്കും. അതുകൊണ്ട് പ്രസവിച്ചു വീണ ഉടനെ സ്ഥലം വിട്ടോളണമെന്ന് ഈ മൃഗത്തിന്റെ കുഞ്ഞിന് ആരാ ബോധനം നൽകിയത്? ആരാ ബോധനം നൽകിയത്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഖുർആൻ പറഞ്ഞതാ. നിങ്ങളെല്ലാം ഖുർആനിൽ പരിശോധിച്ചോ? എല്ലാം ഖുർആനിൽ പരിശോധിച്ചോ? കണ്ടെത്താൻ പറ്റും. സുഹൃത്തുക്കളെ, ഇതൊരു അത്ഭുതകരമായ ഗ്രന്ഥാണ്. ഈ ഖുർആൻ ഓതുന്ന നമുക്കിത് അറിയോ? ഖുർആൻ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം, ഖുർആനിന്റെ ആ അത്ഭുതങ്ങളായ ഈ ചർച്ചകളെ കുറിച്ച് നമ്മുടെ ഉമ്മാക്കറിയോ? നമ്മുടെ ബാപ്പാക്കറിയോ? നമുക്കറിയോ? കച്ചവടത്തിന് വേണ്ടി ഓടുന്നവൻ,
ബിസിനസിന് വേണ്ടി ഓടുന്നവർ, ചെറുപ്പക്കാരെ റിയൽ എസ്റ്റേറ്റിന്റെ പിന്നിൽ ഓടുന്നവർ, ഹലാലായിട്ട് എന്ത് ബിസിനസ് നിങ്ങൾക്ക് നടത്താം, അതിലൊന്നും തർക്കമില്ല. ഈ ഓട്ടത്തിനിടയിൽ 1 മണിക്കൂർ ഇതാ അൽ ബയാൻ സെന്റർ നിങ്ങളെ വിളിക്കും. ആഴ്ചയിൽ വന്നിരിക്കൂ. 1 മണിക്കൂർ ആഴ്ചയിൽ, മാക്സിമം ഒരു 1.5 മണിക്കൂർ ഇരിക്കൂ. ഖുർആനിന്റെ ഓരോ 2 ആയത്ത് 3 ആയത്ത് എടുത്ത് നിങ്ങൾക്ക് ആയത്ത് ബോർഡിൽ എഴുതി, ഈ ആയത്തിന്റെ അർത്ഥം ഇന്നതാണ്, ഇതിന്റെ വ്യാഖ്യാനം തഫ്സീറുകൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ക്ലാസ് എടുക്കുന്ന ആള് ഞാനാണെങ്കിൽ എന്റെ അഭിപ്രായം എന്നില്ല ഇസ്ലാമിൽ ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെയാണ് സഹാബത്തിന് പറഞ്ഞു കൊടുത്തത്, സഹാബത്ത് താബീങ്ങൾക്ക് ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. അതിന്റെ പാരമ്പര്യമായി കടന്നു വന്ന ഒരു വടിയുണ്ട്. ആ വടിയിലൂടെ ഖുർആനിന്റെ പരിഭാഷകൾ വെച്ച്, തഫ്സീറുകൾ വെച്ച് ആളുകളുടെ ഹൃദയത്തിനുള്ളിലേക്ക് മനുഷ്യനെ പിടിച്ചു കുലുക്കാൻ കഴിവുള്ള ഈ ഖുർആനിന്റെ വചനാമൃതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള കേന്ദ്രമാണ് നിങ്ങളുടെ നാട്ടിൽ വെളിച്ചമേകാൻ. അതെ, ഇവിടെ നിന്ന് പരിസര പ്രദേശത്തേക്ക് ലൈറ്റ് ഹൗസിനെ പോലെ പ്രവർത്തിക്കാൻ, മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ഖുർആനിന്റെ വെളിച്ചമെത്തിക്കാൻ. അതിനാണ് ഈ സെന്റർ, അതിനാണ് ഈ കേന്ദ്രം, അല്ലേ? എത്ര മാറ്റം ഉണ്ടാക്കുമെന്നതിന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഫുലൈൽ ഇബ്നു അയ്യാദിന്റെ ചരിത്രം ഇവിടെ വെക്കട്ടെ. ആ ഫുലൈൽ ഇബ്നു അയ്യാദ് ബെറ്റടിച്ചു, പന്തയം വെച്ചു. എല്ലാ ദിവസവും ഞാൻ ധാരാളം സ്ത്രീകളെ വ്യഭിചരിക്കും. അങ്ങനെ പന്തയം വെച്ചിറങ്ങി ഫുലൈൽ ഇബ്നു അയ്യാദ് ഇങ്ങനെ കറങ്ങി എല്ലാ ദിവസവും ഏതൊക്കെയോ സ്ത്രീകളെ സമീപിക്കും. അവിടെ അതിന് പറ്റാവുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു ദിവസം ഫുലൈൽ ഇബ്നു അയ്യാദ് നിരാശനായി. അന്ന് അദ്ദേഹത്തിന് ആരെയും വശംഭതരായി കിട്ടിയില്ല. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു കൂട്ടുകാരിലേക്ക് വന്നിട്ട് തോറ്റോ? ഇല്ല, തോൽക്കാൻ അയാൾ റെഡിയല്ല. അയാൾ പറഞ്ഞു, എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു വൃദ്ധയായ സ്ത്രീ താമസിക്കുന്നുണ്ട്. ആ വീട്ടിൽ ആരുമില്ല, മക്കളില്ല, ഭർത്താവില്ല, ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ പന്തയം വിജയിക്കാൻ ഞാനിതാ ആ ഉമ്മയുടെ പ്രായമുള്ള സഹോദരിയുടെ അടുക്കലേക്ക് എന്റെ കാമ വൈകൃതങ്ങളെ തീർക്കാൻ പോവുകയാണ്. ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ ആ ചെറിയ കുടിലിൽ താമസിക്കുന്ന ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീയുടെ അടുക്കലേക്ക് കാമഭ്രാന്തനായി ഫുലൈൽ ഇബ്നു അയ്യാദ് എന്ന് പറയുന്ന മനുഷ്യൻ ചെന്നു. എന്നിട്ട് ഈത്തപ്പന ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ വാതിൽ പുറത്തേക്ക് വലിച്ചു തുറന്ന് ഉള്ളിലേക്ക് കയറി. ഈ ഉമ്മ പരിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് സൂറത്തുൽ ഹദീദ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഖുർആനിന്റെ വചനം ഫുലൈൽ ഇബ്നു അയ്യാദ് എന്ന് പറയുന്ന താബീങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കാത്തറബിയുടെ, അതേ പ്രിയപ്പെട്ടവരെ, തലച്ചോറിലേക്ക്, വാരിയെല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്, ഫുലൈൽ ഇബ്നു അയ്യാദിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിലേക്ക് ഈ ഉമ്മ പാരായണം ചെയ്യുന്ന ഖുർആനിന്റെ വചനാമൃതം കർണപുടത്തിൽ ചെന്നടിച്ചിറങ്ങുകയാണ്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അതിന്റെ അർത്ഥം അറിയോ? എന്താ അതിന്റെ അർത്ഥം അറിയോ? സുബ്ഹാനല്ലാഹ്. വിശ്വാസമുള്ളവരെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിൽ വിശ്വാസമുള്ളവരെ, അല്ലാഹുവിനെ ഓർത്തിട്ട് അവനെ ഭയപ്പെട്ടിട്ട് നിങ്ങളുടെ കൽബുകൾക്ക്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വിറക്കാൻ, വിറകൊള്ളാൻ, പിടക്കാൻ, ആലോചന നിമഗ്നരാകാൻ സമയമായിട്ടില്ലേ എന്നതാണ് ആയത്തിന്റെ സാരം. ഫുലൈൽ ഇബ്നു അയ്യാദ് ആയത്തങ്ങ് കേട്ട് തരിച്ചു. കാമഭ്രാന്തനായി തന്റെ കാമവൈകൃതങ്ങൾ തീർക്കാൻ മാതൃപ്രായമുള്ള ഒരു ഉമ്മയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ ഈ കേട്ട വചനാമൃതങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറി. ആ കുടിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് ഓടി. നടുവിരൽ, ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഫുലൈൽ ഇബ്നു അയ്യാദ് പറഞ്ഞു, ഇല്ല, ഞാൻ ആ കേട്ടതൊരു ഉമ്മയുടെ, പ്രായമുള്ള എന്റെ ഉമ്മയെ പോലെയുള്ള ഒരു ഉമ്മയുടെ വർത്തമാനമല്ല, ഇത് പഠിപ്പിക്കാനാണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ജീവിച്ചു മരിച്ചു പോയതെങ്കിൽ എനിക്ക് വൈകിപ്പോയി. ആ വിരൽ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകി ഫുലൈൽ ഇബ്നു അയ്യാദ് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതാ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനില്ല, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ തങ്ങള്, ആ തങ്ങളെ തൊട്ട് ഞാനിതാ സാക്ഷ്യം വഹിക്കുകയാണ്, അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന്
ഈ സാക്ഷ്യവാചകങ്ങൾ പറഞ്ഞ് ഫുലൈൽ ഇബ്നു അയ്യാദ് രാജാതിരാജനായ റബ്ബിന്റെ ഈ ഋജുവായ നേരായ മുസ്തഖീമായ ഇസ്ലാം എന്ന് പറയുന്ന പാതയിലേക്ക് ഫുലൈൽ ഇബ്നു അയ്യാദ് കാലെടുത്തു വച്ചു. ഫുലൈൽ കൂട്ടുകാരോട് പറഞ്ഞു, എനിക്ക് വൈകിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ കുറെ സമയം ചെലവഴിക്കാൻ സമയമില്ല. ഞാൻ ശിഷ്ടകാലം അള്ളാഹുവിന് വേണ്ടി നീക്കി വെക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയി കുറെ കാലങ്ങൾ, നഷ്ടപ്പെട്ടു പോയി എന്റെ വർഷങ്ങൾ, നഷ്ടപ്പെട്ടു പോയി എന്റെ മാസങ്ങൾ, നഷ്ടപ്പെട്ടു പോയി എന്റെ ദിനങ്ങൾ. തെറ്റിന്റെ പടുഗർത്തങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി. അള്ളാഹുവേ, എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. ഒന്ന് തുറന്നു നോക്കൂ, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തു നോക്കൂ. ഫുലൈൽ ഇബ്നു അയ്യാദ് എന്നും കരയുമായിരുന്നു അദ്ദേഹം. കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങളെ, ജീവിതത്തിൽ സംഭവിച്ച പോരായ്മകളെ, തെറ്റുകുറ്റങ്ങളെ ഓർത്തിട്ട് ഖുർആനിന്റെ വചനാമൃതം വാരിയല്ല് തുളച്ച് ഹൃദയത്തിലേക്ക് കയറിയപ്പോ ജീവിതത്തിൽ ഉണ്ടായ വിപ്ലവം സൃഷ്ടിച്ച മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് സമയം കളയാനില്ല. അല്ലാഹുവേ, കുറച്ചു കാലം എന്റെ മുമ്പിൽ കൊണ്ടറപ്പേ, ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു. ഇനി നിന്റെ മുന്നിൽ ഞാനിതാ സുജൂദിലാകുന്നു. പടച്ചവനെ, ശിഷ്ടകാലം നിന്റെ മാർഗത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ് എന്ന് പറഞ്ഞ് കരയുമായിരുന്നു ഫുലൈൽ ഇബ്നു അയ്യാദ്. ഈ പ്രദേശത്തെ മനുഷ്യരെ, പരിശുദ്ധ ഖുർആനിന്റെ വചനം ഹൃദയത്തിനുള്ളിലേക്ക് കയറി ചെന്ന് ജീവിതത്തിൽ മാറ്റമുണ്ടാകാനാ. ഭാര്യയുമായി പ്രശ്നമുണ്ടാകുമ്പോ ഖുർആനിന്റെ വചനാമൃതങ്ങൾ പഠിച്ച ഒരാൾ ആ ആയത്തോർത്തുകൊണ്ട് ഓങ്ങിയ കയ്യെ പിറകോട്ട് വലിച്ചില്ല, ഞാൻ എന്റെ സഹധർമ്മിണിയെ തല്ലാനില്ല. മക്കളോട് ക്രൂരത കാണിക്കുന്നവർ അവിടെ കൈകൾ പിറകോട്ട് വലിക്കുകയാണ്. വാപ്പയോട് തട്ടുത്തരം പറയാൻ ശ്രമിക്കുന്നവർ, ഞാനൊരു ഖുർആനിന്റെ പഠിതാവാണ്, എന്റെ മാതാവിനെ ആദരിക്കണം, എന്റെ പിതാവിനെ അനുസരിക്കണം. എനിക്ക് വേണ്ടി ഉരുകിത്തീരുന്ന എന്റെ പിതാവ് സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം മറച്ചു പിടിച്ച് മാറി നിന്ന് കണ്ണു തുടച്ച എന്റെ പ്രിയങ്കരനായ പിതാവ്, ആ പിതാവിനോടുള്ള കടപ്പാടുകൾ എനിക്ക് മനസ്സിലായി. ഞാനൊരു ഖുർആനിന്റെ പഠിതാവാണ്. അതിനായി സെന്റർ, അതിനായി ഖുർആനിന്റെ സെന്റർ, അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ. ഇതാരോടുമുള്ള വാശിയല്ല, ആരുടെ മുമ്പിലും ജയിക്കാനല്ല, ആരെയും തോൽപ്പിക്കാനുമല്ല. കൂട്ടരെ, ഞാൻ ആവർത്തിക്കുന്നു, ഇതാരോടുമുള്ള വാശിയല്ല, ആരുടെ മുമ്പിലും ജയിച്ചു കാണിക്കാനല്ല, ആരുടെ മുമ്പിലും പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഉയർന്നു നിൽക്കണമെന്ന ആഗ്രഹമല്ല, ആരെയും തോൽപ്പിച്ചു കളയാനല്ല. ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട്. ചക്കരക്കല്ല് സെൽഫി മസ്ജിദ് ഉണ്ടായിട്ട് ഈ പ്രദേശത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്തു എന്ന് ചോദിക്കുമ്പോ, പടച്ചവരെ, അവിടെ വെച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ആ മനുഷ്യർ കേട്ടിട്ടുണ്ട്. അള്ളാഹു അതിനു വേണ്ടി ഞങ്ങൾ 2 റൂം ഓപ്പൺ ആക്കി ഞങ്ങൾ ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. ആ ബിൽഡിങ്ങിന്റെ ഉടമ ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് നൽകി. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതൊരു തുടക്കമാണ്, ഇതൊരു പ്രകാശ ഗോപുരമായി, അതെ, ഇതൊരു പ്രകാശത്തിന്റെ ഗോപുരമായി, സന്മാർഗത്തിലേക്ക് ആളെ ക്ഷണിക്കുന്ന ഗോപുരമായി, ചുറ്റുഭാഗത്തുമുള്ള അന്ധകാരത്തിൽ കിടക്കുന്നവരെ നന്മയുടെ വെളിച്ചത്തിലേക്ക് ക്ഷണിക്കുന്ന, പ്രിയപ്പെട്ടവരെ, ഒരു സന്ദേശം നൽകുന്ന കേന്ദ്രമായി പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബുൽ ആലമീനായ ലോകത്തിന്റെ രക്ഷിതാവായ അന്തകടാഹങ്ങളുടെ അധിപനായ അല്ലാഹു മാറ്റുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. അപ്പൊ ഫുലൈൽ ഇബ്നു അയ്യാദിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് കുറെ പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്നാണ് പറഞ്ഞത്. ഖുർആനിൽ അത്ഭുതങ്ങൾ ഇനി എത്രയുണ്ട് പ്രിയപ്പെട്ടവരെ. അമേരിക്കയിലെ ഒരു ചിന്തകൻ പറഞ്ഞു, ചെറിയ തേനീച്ചയെക്കുറിച്ച് ചിന്തിച്ചപ്പോ എന്നെ മുസ്ലിമാക്കി. എന്താ അങ്ങനെ തേനീച്ചയെ കുറിച്ച് ചിന്തിക്കുമ്പോ അയാൾ എങ്ങനെ മുസ്ലിമാവുക? ഖുർആനിലെ പ്രയോഗം അത്ഭുതത്തിന്റെ പ്രയോഗമാണ്. തേനീച്ചക്കൂട്ടിലെ റാണി എന്ന് പറയുന്ന തേനീച്ചയുടെ ലീഡർ ഉണ്ടല്ലോ, ആ റാണി മുകളിലേക്ക് പറക്കുകയാണ്. തേനീച്ചകൾ ഒരുമിച്ച് കൂടെ പറക്കുന്നു. ഒരുപാട് തേനീച്ചകൾ തളരുന്നു. തളർന്നവർ തിരിച്ചു പോരുന്നു. ആൺ തേനീച്ചകൾ റാണിയുടെ കൂടെ വീണ്ടും പറക്കുന്നു. പഠിച്ചു നോക്ക് നിങ്ങളെ. അങ്ങനെ 4 പേരായി 3 പേരായി തേനീച്ചകൾ ചുരുങ്ങുന്നു. അതിലെ മത്സരത്തിൽ ജയിച്ചവൻ റാണിയുമായി യോജിക്കുന്നു. അല്ലേ?
ശാസ്ത്രം ലോകത്തോട് പറയാ തേനീച്ചയെ കുറിച്ച്. നിൽക്കട്ടെ, അത് പറയാനല്ല ഞാൻ പറഞ്ഞത്. ആ തേനീച്ച കൂട് കാണുമ്പോ കൗതുകമാണ്. അവരുണ്ടാക്കിയ തേന് കുടിച്ചവരാണ് നമ്മൾ. അതിന്റെ മാധുര്യം ആസ്വദിച്ചവരാണ്. അതിലെ മെഡിസിൻ കിട്ടണമെന്ന് ആഗ്രഹിച്ചവരാണ് നമ്മൾ. തേനിൽ നിങ്ങൾക്ക് ശിഫയുണ്ട് എന്ന് പഠിപ്പിച്ചത് കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വഹയി പ്രകാരം പറഞ്ഞതാണ്. ആ തേനീച്ച കൂട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കാണുമ്പോ ദൂരെ ചക്കരക്കല്ലപ്പുറം, അതേ ഇവിടെ ഒരു മരത്തിൽ തേനീച്ചക്കൂടുണ്ടെങ്കിൽ അങ്ങ് ചക്കരക്കല്ലപ്പുറം, അല്ലെങ്കിൽ കണ്ണൂരപ്പുറം, തലശ്ശേരിക്കപ്പുറം, അങ്ങ് പയ്യന്നൂരിലും കാസർഗോഡും അപ്പുറം എവിടെയെങ്കിലും ധാരാളം തേനുള്ള പൂവുകൾ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് തേനീച്ചകൾ ഇങ്ങനെ തേൻ അന്വേഷിച്ച് പോവുകയാണ്. പോകുന്നത് പെൺ തേനീച്ചകളാണ്. അവര് തേന് കണ്ടെത്തി. കണ്ണൂരിലെ ഇന്ന സ്ഥലത്ത് തേനുണ്ട്. ഉടനെ അവർ തിരിച്ചു പോന്നു, സാമ്പിൾ എടുത്ത് തിരിച്ചു പോന്നു. കൂട്ടിലെത്തി അവരൊരു പ്രത്യേക നൃത്തം ചെയ്യും. ആ നൃത്തം കണ്ടാൽ മറ്റു തേനീച്ചകൾക്ക് മനസ്സിലായി തേൻ ഉള്ള സ്ഥലം കണ്ടെത്തി വന്നിരിക്കുന്നു. അവിടേക്ക് പറന്നാൽ എത്താനുള്ള സമയമാണ് ഇവരുടെ ഡാൻസ്. ഇവർ 1 മിനിറ്റാണ് അവിടെ നൃത്തം ചെയ്തതെങ്കിൽ 1 മിനിറ്റ് പറന്നാൽ അവിടെ തേനുണ്ട് എന്ന സൂചനയാണ് തേനീച്ചകൾ കൊടുക്കുന്നത്. അതിന്റെ പിറകുവശം എവിടേക്ക് കുലുക്കിയാണോ നൃത്തം ആ ദിശയിലേക്കാണ് പറക്കേണ്ടത് എന്ന സൂചനയാണ് തേനീച്ചകൾ നൽകുന്നത്. അങ്ങനെ തേൻ ശേഖരിക്കാൻ പറക്കുന്നത് പെൺ തേനീച്ചകളാണ്. കൂടുണ്ടാക്കുന്ന പണിയെടുക്കുന്നത് പെൺ തേനീച്ചകളാണ്. അതുകൊണ്ട് അറബി ഭാഷയിൽ ഒരാണിനോട് എഴുന്നേൽക്കാൻ പറയുക ഖും എന്നാണ്, ഒരു പെണ്ണിനോട് എഴുന്നേൽക്കാൻ പറയേണ്ടത് ഖൂമി എന്നാണ്. ഒരാണിനോട് തിന്നാൻ പറയേണ്ടത് കുൽ എന്നാണ്, എന്നാൽ ഒരു പെണ്ണിനോട് തിന്നാൻ പറയേണ്ടത് കുലി എന്നാണ്. അതിലൊക്കെ വ്യത്യാസമുണ്ട്, ഗ്രാമറ്റിക്കലായി വ്യത്യാസമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ഖുർആനിൽ പറയാ വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതാ. എന്താ പറഞ്ഞറിയോ? ദാ പെൺ തേനീച്ചകളെ അല്ല വിളിച്ചതാ, ഖുർആനിൽ പറഞ്ഞതാ. വീടുണ്ടാക്കുന്ന സ്ഥലം പറഞ്ഞപ്പോ, തേൻ ശേഖരിക്കുന്ന കാര്യം പറയുമ്പോ അല്ല പറയാണ് പെൺ തേനീച്ചയോട് അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി. എന്താണ് പ്രയോഗം? മരത്തിലും പറ്റാവുന്ന സ്ഥലത്തും കൂടുണ്ടാക്കാൻ പറയുമ്പോ അല്ല ഫീമെയിലിനോട് നടത്തുന്ന പ്രയോഗം. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാണിശാസ്ത്രത്തെ കുറിച്ച് ഗവേഷണം നടത്തിയോ? ഇല്ല. പിന്നെ പ്രവാചകൻ എങ്ങനെ മനസ്സിലായി പെൺ തേനീച്ചയാണ് കൂടുണ്ടാക്കുക, പെൺ തേനീച്ചയാണ് തേന് അന്വേഷിച്ച് പുറപ്പെടുക? ഈ പ്രയോഗം ആണിനോട് നടത്തുന്ന പ്രയോഗമല്ല. അതിന്റെ ഗ്രാമറ്റിക്കലായി വേണ്ട പെണ്ണിനോട് നടത്തേണ്ട പ്രയോഗം തന്നെ. ആ പ്രയോഗത്തിൽ പോലും അതീവ സൂക്ഷ്മതയോടുകൂടി അതിന്റെ ഫീമെയിൽ പ്രയോഗം നടത്തി ഖുർആൻ അത്ഭുതം ലോകത്തിന്റെ മുമ്പാകെ വെച്ചു. അതുകൊണ്ട് ചിന്തിച്ച ഒരാൾ പറയാണ്, എൻ തേനീച്ചയെ കുറിച്ച് പഠിച്ചപ്പോ ഞാൻ മുസ്ലിമായി. ഇതെങ്ങനെ മനസ്സിലായി? അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതാ ഖുർആന്. അതിൽ ഒരു പ്രയോഗവും വെറുതെ ആവൂല. അവിടെ ഒരു സ്ത്രീയോട് നടത്തേണ്ട കൽപ്പനക്രിയ നടത്തുന്നത് പോലെ, ഒരു പെൺ തേനീച്ചയോടുള്ള ഒരു ഓർഡർ ഫോം പറയുന്നത് പോലെ ഖുർആൻ പ്രയോഗിച്ചത് വെറുതെയല്ല. അതുപോലും മനുഷ്യർക്ക് ചിന്തിക്കാനുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ 200-ലധികം സ്ഥലത്ത് മനുഷ്യരോട് ആലോചിക്കാൻ പറഞ്ഞു, 200-ലധികം സ്ഥലത്ത് മനുഷ്യരോട് ചിന്തിക്കാൻ പറഞ്ഞു, 200-ലധികം സ്ഥലത്ത് മനുഷ്യരോട് ആത്മവിചിന്തനത്തിനും ആലോചനക്കും തയ്യാറാകാൻ പറഞ്ഞു. നിങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ ഒരുപാട് ആയത്തുകൾ അവസാനിക്കുന്നത് അഫലാ തഅഖിലൂൻ അഫലാ യതദബ്ബറൂൻ. ഈ പ്രയോഗങ്ങൾ എണ്ണി നോക്ക്. 200-ലധികം സ്ഥലത്ത് അല്ലാഹു പ്രയോഗിച്ചു ഈ അർത്ഥത്തിലുള്ള പ്രയോഗങ്ങൾ. എന്തിനാണത്? മനുഷ്യരെ ചിന്തിക്കുന്നില്ലേ? പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, കടലിനെ കുറിച്ച് പറഞ്ഞാൽ, ഓർത്തിരമ്പി കടന്നു വരുന്ന തിരമാലകളുള്ള കടലിനെ കുറിച്ച് പറഞ്ഞാൽ, ഭൂമിയുടെ 3/4 ഭാഗം കിടക്കുന്ന സമുദ്രത്തെ കുറിച്ച് പറഞ്ഞാൽ, ഈ അച്ചുതണ്ടിൽ കറങ്ങുന്ന ഭൂമിയെ കുറിച്ച് പറഞ്ഞാൽ, അല്ലേ? അഫലാ യൻദുറൂന ഇലൽ ലിബിലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ചിന്തിക്കല്ലേ? ഒട്ടകത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. എന്താ ഒട്ടകത്തിന്റെ പ്രത്യേകത? അത് മരുഭൂമിയിലാണ് സഞ്ചരിക്കുന്നത്, അല്ലേ? നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് വേറെ. അത് മരുഭൂമിയിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കാല് മണലിലേക്ക് വെക്കുമ്പോ പരക്കുന്നു, മണലിൽ നെടുക്കുമ്പോൾ അത് കൂടുന്നു. മണലിൽ അതിന്റെ കാലിങ്ങനെ കൂർത്ത് നിന്നാൽ അതിന് നടക്കാൻ പ്രയാസവും, മണലിൽ അത് ആണ്ടുപോകും. അതുകൊണ്ട് മണലിലേക്ക് വെക്കുമ്പോൾ പരക്കുന്നു, എടുക്കുമ്പോൾ കൂടുന്നു.
കാലിൽ അത്ഭുതമുണ്ട്, എപ്പോഴും വെള്ളം കിട്ടൂല. അതുകൊണ്ട് വെള്ളം ധാരാളം അതിന് ശേഖരിക്കാനുള്ള ഒരു കഴിവുണ്ടാകണം. നല്ല മണൽ കാറ്റടിക്കും മരുഭൂമിയിൽ. അതുകൊണ്ട് മണൽ ഇവിടെ കിടന്ന മണലിങ്ങനെ ഇപ്പുറം വന്ന് കൂനയായി മാറും. അതുകൊണ്ട് ഒട്ടകത്തിന് ഞമ്മക്കുള്ള പോലെ കണ്ണിന്റെ പോള പോരാ, എക്സ്ട്രാ ഒരു സംവിധാനം വേണം. നടക്കാനും കഴിയണം. കണ്ണടഞ്ഞ് കിടക്കുന്നത് പോലെ മണൽ കയറാത്ത സംവിധാനം ഉണ്ടാകണം. പ്രത്യേക പാട കൊടുക്കണം. കൊടുത്തില്ലേ അല്ലാ? അതുകൊണ്ട് ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ നിങ്ങൾ? ചിന്തിക്കാൻ പറയാണ്. ഈ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ നിങ്ങൾ എങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നുവെന്ന്? പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ നിങ്ങൾ എങ്ങനെ നാട്ടപ്പെട്ടിരിക്കുന്നുവെന്ന്? ആകാശങ്ങളിലേക്ക് നോക്കുന്നില്ലേ നിങ്ങൾ എങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു, എങ്ങനെ വിധാനിച്ചിരിക്കുന്നുവെന്ന്? അതാ ഖുർആൻ. എന്താണ് ഖുർആനിൽ സൂചനാപരമായി നമ്മോട് പരാമർശിക്കാതെ പോയത്? എല്ലാം സർവശക്തനായ അല്ലാഹ് മനുഷ്യരുടെ മുമ്പിൽ ഇങ്ങനെ ഇട്ടു തന്നു. സുബ്ഹാനല്ലാഹ്. പോരാ, സൂര്യൻ ചന്ദ്രൻ എന്നെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തി ചലിക്കുന്നുണ്ടോ, കറങ്ങുന്നുണ്ടോ? എത്ര കഴിഞ്ഞിട്ടാ ലോകം അതൊക്കെ സ്ഥിരീകരിച്ചത്? എന്നാ ഖുർആൻ പറയുന്ന പ്രയോഗം നോക്കൂ നിങ്ങൾ. അല്ലാഹു തആല പറയ വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ. അല്ലെണ്ണി രാത്രി പകല്. ഈ ഭൂമി ഉരുണ്ടതാണ്, അതുകൊണ്ട് രാത്രിയിലേക്ക് പ്രവേശിക്കുന്നു എന്നാ പറഞ്ഞത്. പകലിനെ ചുറ്റിപ്പൊതിയുന്നു എന്നാ പറഞ്ഞത്. പതുക്കെ പതുക്കെ വന്ന് ഇങ്ങനെ പ്രവേശിക്കുക. ഒറ്റ സെക്കൻഡിൽ ഇങ്ങനെ ഇരുട്ടാവില്ല, പതുക്കെ പതുക്കെ പ്രവേശിക്കുന്നു. ഇത് ഉരുണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ പറഞ്ഞ പ്രയോഗോ അല്ലാഹു തആല അവനാരാ? രാത്രിയെ, പകലിനെ, സൂര്യനെ, ചന്ദ്രനെ. എന്താ അതിന്റെ പ്രത്യേകത? കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എല്ലാം അതിന്റെ കൃത്യമായ ഓർബിറ്റലുകളിൽ നീന്തി തുടിക്കുകയാണ്. 1400 കൊല്ലം മുമ്പ് നബി ഓതിക്കൊടുക്കുക. ശാസ്ത്രം ഇങ്ങനെ പഠിക്കുക. സഞ്ചരിക്കുന്നുണ്ടോ, കറങ്ങുന്നുണ്ടോ, നീങ്ങുന്നുണ്ടോ? ഖുർആൻ പറയാ രാത്രിയും പകലും സൂര്യനും ചന്ദ്രനും അതിന്റെ കൃത്യമായ ഓർബിറ്റലുകളിൽ നീങ്ങുന്നല്ല, നീന്തുന്നു. ആ പ്രയോഗം ശാസ്ത്രം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകമായ ചലനം നീന്തി തുടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉണ്ടോ? സൂര്യനും ചന്ദ്രനും ഒക്കെ അതിന് അല്ലാഹു ഒരുക്കിയ വടിയിൽ, അതിന്റെ ഓർബിറ്റലുകളിൽ, അതിന്റെ പാതയിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ അതിന്റെ അല്ലാഹു കൊടുത്ത അതിന്റെ വേഗതയിൽ ഇങ്ങനെ നീന്തി തുടിക്കുകയാണ്. പറഞ്ഞിട്ടില്ലേ ശാസ്ത്രം? സൂര്യൻ 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലമുണ്ട്. മനുഷ്യരെ, എന്നെ കേൾക്കുന്നവരെ, സൂര്യൻ 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലം. ഇതേതാ പഞ്ചായത്ത്? ചെമ്പിലോട്. ഈ പഞ്ചായത്തിന്റെ എല്ലാ സ്ഥലം കണ്ടിട്ടുണ്ടോ നമ്മള്? ഉണ്ടോ? ഈ ഒരു ലോകല്ല, ഇന്ത്യല്ല, കേരളല്ല, ഈ പഞ്ചായത്തിലെ ഒരു വീട് നിൽക്കുന്ന സ്ഥലം പോലും ഞാൻ കാണാതെ പോയിട്ടില്ല. എല്ലാം കണ്ടു. ഇതിൽ 10 വാർഡുണ്ട്, 8 വാർഡുണ്ട്, എനിക്കറിയില്ല. ഒരു ഉദാഹരണം പറയാ. ആ വാർഡിലെ ഓരോ വീടും കണ്ടവനാ ഞാൻ. ഓരോ സ്ഥലവും 5 സെന്റ്, 10 സെന്റ്, 20, 30, 50 അങ്ങനെ ഒരേക്കറൊക്കെ ഉള്ളവരുണ്ട്. എല്ലാം കണ്ടോ നമ്മള്? ഇല്ലാന്ന്. നിങ്ങളെ ജില്ലയിലെ എല്ലാ മുക്കുമൂലയും കണ്ടോ നമ്മള്? കൊച്ചു കേരളത്തിന്റെ മുക്കുമൂലകളൊക്കെ കണ്ടോ നമ്മള്? ഇത്ര കാണാൻ കിടക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യം, വലിപ്പം കൊണ്ട് 7ാം സ്ഥാനത്ത് നിൽക്കുന്ന, ജനസംഖ്യ കൊണ്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, നമ്മുടെ രാജ്യം മുഴുവൻ കറങ്ങിയോ നമ്മള്? അതിലെ ഒരു സ്റ്റേറ്റ് ആണ്, കൊച്ചു സ്റ്റേറ്റ് ആണ് കേരളം. ആ കേരളത്തിലെ ഒരു ജില്ലയാണ് നിങ്ങളുടെ ജില്ലയാകുന്ന കണ്ണൂർ. ആ കണ്ണൂരിലെ ഒരുപാട് പ്രദേശങ്ങളിൽ ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഒരു വാർഡിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്കിൽ ഈ ഇന്ത്യയടങ്ങുന്ന ഏഷ്യൻ രാജ്യങ്ങൾ, ചൈനയും അങ്ങ് ബംഗ്ലാദേശും പാകിസ്ഥാനും അറബി രാജ്യങ്ങളും ഒക്കെ അടങ്ങുന്ന ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ മറുഭാഗത്ത്, യൂറോപ്യൻ രാജ്യങ്ങൾ മറുഭാഗത്ത്, ഭൂമിയുടെ 1/4 ഭാഗം വരുന്ന കടല് വേറെ, ഇതെല്ലാം ചേർന്നതാണ് ഈ ഭൂമിയെങ്കിൽ ഇതുപോലെയുള്ള 13.5 ലക്ഷം ഭൂമിയെ കൊണ്ടുപോയി വെക്കാനുള്ള സ്പേസ് സൂര്യനിൽ മാത്രമുണ്ട്. എന്നാ സൂര്യൻ ഏറ്റവും വലിയ നക്ഷത്രമാണോ? അല്ല എന്നാ സയൻസ് പറയണത്. 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലം സൂര്യനിൽ മാത്രമുണ്ട്. എന്നാ സൂര്യനോ ഏറ്റവും വലിയ നക്ഷത്രമാണോ? അല്ല. അതിന്റെ ജ്യേഷ്ഠം വേറെ ഉണ്ട്, അഞ്ചം വേറെ ഉണ്ട്. നക്ഷത്ര ഗാലക്സികളുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തിനാ ഇത് പറഞ്ഞത്? ആ സൂര്യനെ
കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതിന്റെ ചൂട്. ഇപ്പൊ സൂര്യൻ ഇവിടെയാണ് നിൽക്കുന്നത് വിചാരിച്ചോളൂ. അതിന്റെ നമ്മളും സൂര്യനും തമ്മിൽ അകൽച്ച. അവിടെ നിന്ന് അള്ളാഹു കുറച്ച് താഴോട്ടിറക്കിയാൽ മനുഷ്യന്റെ തലയോട്ടി പോലും ഉരുകി ഒലിക്കുമെന്ന് സയൻസ് ലോകത്തോട് വിളിച്ചു പറയുന്നു. അള്ളാഹു സൂര്യനെയും ഭൂമിയെയും വെച്ച അതിന്റെ ഡിസ്റ്റൻസിൽ നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് അള്ളാഹു ഉയർത്തിയാൽ മനുഷ്യൻ തണുത്തു വിറക്കും. അപ്പൊ അതിനെ നിശ്ചയിച്ചതാരാ? അള്ളാഹ് അല്ലേ? ഇത് ഞാൻ വെറുതെ പറയണോ? ആണോ പ്രിയപ്പെട്ടവരെ? എന്നിട്ട് ഈ സൂര്യൻ സ്വയം പ്രകാശിക്കുന്നുണ്ട്, ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നുണ്ടോ? സയൻസ് ചർച്ച ചെയ്തിട്ടില്ലേ? ഇസ്ലാമിൽ ഒരു സംശയവുമില്ല. ഖുർആൻ എത്ര വ്യക്തമായിട്ടാ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ഹുവല്ലദി, നോക്കൂ ഖുർആന്റെ പ്രയോഗം, ഹുവല്ലദി ജഅല ശംസ ളിയാഅ വൽ ഖമറ നൂറ. സുബ്ഹാനല്ലാഹ്. രണ്ട് ചെറിയ പ്രയോഗം. അർത്ഥം എന്താ അറിയോ? സൂര്യൻ അള്ളാഹു നിശ്ചയിച്ചത് സ്വയം പ്രകാശിക്കുന്ന വിളക്കുമാടമായിട്ടാണ്. സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിക്കാണ്. അത് വിളക്കാണ്, സിറാജാണ്, ളിയാ ആണ്. ആ പ്രയോഗം ടോർച്ചടിച്ച പറയില്ല. ഇവിടെ നാം ഉണ്ടാക്കിയ ലൈറ്റ് അനുസരിച്ച് അവിടെ കണ്ടാൽ അവിടെ കത്തുന്നു എന്ന് പറയില്ല. സൂര്യൻ സ്വയം ഇങ്ങനെ പ്രകാശിക്കാണ്. അത് വിളക്കാണ്, പ്രകാശത്തിന്റെ സ്രോതസ്സാണ്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല, പ്രകാശത്തെ തട്ടി പ്രതിഫലിപ്പിക്കുന്ന ഗോളമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഓതിക്കൊടുക്കുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഓതിക്കൊടുക്കുകയാണ്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല. ഈ ചുമരിലേക്ക് ഞാൻ അങ്ങനെ ടോർച്ചടിച്ചാൽ അവിടെ ലൈറ്റ് കാണും. അത് ഇവിടുന്ന് പോയ ലൈറ്റ് ഇങ്ങനെ തട്ടി പ്രതിഫലിക്കുകയാണ്. അതുപോലെയാണ് ചന്ദ്രൻ. സൂര്യനോ സ്വയം പ്രകാശിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈജ്ഞാനിക ലോകത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങിയിട്ടില്ലാത്ത പൂർണ്ണ നിരക്ഷരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിന് വെച്ച് നടക്കുന്ന ഒട്ടകത്തിന്റെ മൂക്ക് കയർ പിടിച്ച് നടന്നു പോകുന്ന, ഒട്ടകങ്ങൾ അപ്പുറത്തേക്ക് കയറി അയൽവാസിയുടെ വീട്ടുവളപ്പിലെ കൃഷി തിന്നാൽ അതിന്റെ പേരിൽ വൈരാഗ്യം വെച്ച് പുലർത്തുന്ന, മാസങ്ങളും വർഷങ്ങളും നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ അതിന്റെ പേരിൽ പൊട്ടിപ്പുറപ്പെടുന്ന ആ വിവരമില്ലായ്മയുടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ മുന്നിലേക്കാണ് എന്ത് പറഞ്ഞു കൊടുക്കുന്നത്? സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു മനുഷ്യരെ, ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല, പ്രകാശത്തെ തട്ടി പ്രതിഫലിപ്പിക്കുകയാണ്. തേനീച്ചയുടെ അത്ഭുതം പറഞ്ഞു കൊടുക്കുന്നത്, ഉറുമ്പിന്റെ അത്ഭുതം പറഞ്ഞു കൊടുക്കുന്നത്, പർവ്വതങ്ങളുടെ അത്ഭുതം പറഞ്ഞു കൊടുക്കുന്നത്, ഭൂമിയുടെ അത്ഭുതം പറഞ്ഞു കൊടുക്കുന്നത്, ആകാശലോകത്തിന്റെ അത്ഭുതം പറഞ്ഞു കൊടുക്കുന്നത്, വരാനിരിക്കുന്ന പാരത്രിക ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഭൂമിയുടെ നശ്വരതയെ, നൈമിഷികതയെ, തുച്ഛമായ ഒരു കൊച്ചുകാലത്തെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള ലോകം മാത്രമല്ല, ഈ ഭൂമിയുടെ പളപളപ്പ് കണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. ഇത് വഞ്ചനയുടെ വിഭവമാണ്. വരാനിരിക്കുന്ന ലോകമാണ് ബാക്കിയാകുന്നത്. ഇതൊരു ചെറിയ ലോകത്തെ ജീവിതമാണ്. അതുകൊണ്ട് അനന്തമായ പാരത്രിക ലോകത്തെ നിങ്ങൾ മറന്നു പോകരുത്. പ്രവാചകന്റെ തിരുനാവിലൂടെ ഒടിമുത്തുകൾ ഇങ്ങനെ പരക്കുകയാണ്. എങ്ങനെ സംഭവിച്ചു, എങ്ങനെ സാധിച്ചു? ഉത്തരം അള്ളാഹുവിന്റെ വഹിയാണ്. ആ വഹിയാണ് ഖുർആൻ. പഠിക്കണം. ഇനി ഇവിടെ ഒരു പ്രഭാഷണം കൂടി നടക്കാനുണ്ട്, അല്ലേ? 1-2 ഉദാഹരണം കൂടി ഞാൻ പറയാം സുഹൃത്തുക്കളെ. പരിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങളെല്ലാം അത്ഭുതമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാ. ഇപ്പൊ ഇരുമ്പിനെ കുറിച്ച് പഠനം നടന്നു, അയൺ. എന്നിട്ട് ശാസ്ത്രം പറഞ്ഞ എന്താ അറിയോ? ഇരുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ശാസ്ത്രം പറയാം, നിങ്ങൾക്ക് മറിച്ച് നോക്കൂ, സെർച്ച് ചെയ്ത് നോക്കൂ. എന്നിട്ട് അവർ പറയാണ്, സൂപ്പർനോവ സ്ഫോടനത്തിലൂടെ, നക്ഷത്രങ്ങൾക്കിടയിൽ ഉണ്ടായ സ്ഫോടനത്തിലൂടെ, ഉൽക്കകൾ വഴി ഇരുമ്പിന്റെ ചില കാര്യങ്ങൾ ഭൂമിയിലേക്ക് വരികയായിരുന്നു. ശാസ്ത്രം പഠിച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ എഴുതുന്ന ലേഖനങ്ങളാണ്. അതിൽ കുറെ വിശദാംശങ്ങളുണ്ട്, വേറെയും വാക്കുകളുണ്ട്, ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല. അതുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയതാണ് എന്നാ ശാസ്ത്രം പറയുന്നത് ഇരുമ്പ്. ഖുർആൻ പ്രയോഗിച്ചതോ സൂറത്തുൽ ഹദീദ് നോക്കിക്കോളൂ നിങ്ങൾ. അവിടെ അല്ലാഹ് പ്രയോഗിക്കുക, വഅൻസൽനൽ ഹദീദ ഫീഹി, നാം ഇരുമ്പിനെ ഇറക്കി. കണ്ടോ? ഉണ്ടാക്കിയെന്നല്ല, നാം ഇരുമ്പിനെ ഇറക്കി. ശാസ്ത്രം പഠിച്ചു പറയാ, ഇവിടെ ഇരുമ്പ് ഉണ്ടായിരുന്നില്ല.
അതൊരു സൂപ്പർനോവ സ്ഫോടനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങിയതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രയോഗം നടത്തുന്നത്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ വിരലടയാളം ഇപ്പൊ ഇനി പുതിയ വോട്ടർ ലിസ്റ്റൊക്കെ വരാൻ പോവാണ് അല്ലേ? ശ്രദ്ധിച്ചെല്ലാവരും അതിൽ ഇടപെടണം. നമ്മുടെ ഒരാളുടെ വോട്ടും നഷ്ടപ്പെടാൻ പാടില്ല, ഒരു പ്രവാസിയുടെ വോട്ടും പോവാൻ പാടില്ല. താൽക്കാലികമായി ഏതോ സ്റ്റേറ്റിലേക്ക് ജോലിക്ക് പോയവരുടെ വോട്ട് നഷ്ടപ്പെടരുത്. ജനാധിപത്യ സംവിധാനത്തെ ഉറപ്പിക്കാൻ നമ്മുടെ വോട്ടുകൾ നമ്മൾ ഉറപ്പുവരുത്തണം. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാ. അവിടെ ആധാറും വിരൽ തുമ്പൊക്കെ പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ? എല്ലാറ്റിനും നമ്മുടെ വിരലടയാളം കണ്ണ്. എയർപോർട്ടിൽ കണ്ണാണ്. മനുഷ്യ ശരീരത്തിലെ ബൃഹത്തായ അവയവമാണ് നമ്മുടെ തലച്ചോറ്. ഇത്രയേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന ഒരു അമുസ്ലിം ആദ്യമായി മുജാഹിദുകളുടെ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്, നമ്മുടെ കയ്യിലെടുക്കാവുന്നതുള്ളൂ എന്ത്? നമ്മുടെ തലച്ചോറ്. പക്ഷേ ഒരാളുടെ കൃഷ്ണേട്ട, രാമേട്ട, മുഹമ്മദേ, അഹമ്മദേ, സുലൈമാനെ, ഫാത്തിമ, ആയിഷ, ഓമന, എല്ലാവരും കേൾക്കുക, നമ്മുടെ തലച്ചോറ് ഇങ്ങനെ പിടിക്കാനുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഈ തലക്കുള്ളിൽ, ഈ തലയോട്ടിക്കുള്ളിൽ കിടക്കുന്ന തലച്ചോറ്, ആ തലച്ചോറ് അല്ലാഹ് ഇതാ നമ്മളൊക്കെ മൊബൈലിൽ മെമ്മറി ചിപ്പുണ്ട്, മെമ്മറി കാർഡ് എല്ലാവരും മൊബൈലിലുണ്ട്. ഫോണിൽ തന്നെ അത് കൃത്യമായി അങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതുമുണ്ട്. നിൽക്കട്ടെ, മെമ്മറി കാർഡ് എടുത്താല് ചെറിയൊരു സാധനം, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ 2 വിരലുകളുള്ളിൽ പിടിച്ചാൽ പിന്നെ ആ കാർഡ് കാണൂല. അത് എത്രയാണ്? 64 GB. അതിന് മുകളിൽ, അതിന്റെ താഴെ ഒക്കെ ഉണ്ട്. നിൽക്കട്ടെ, മനസ്സിലായല്ലോ? എല്ലാവരും എന്നെക്കാളെ വിവരമുള്ളവർ ആ വിഷയത്തിൽ. നിങ്ങൾ എന്തിനാ പറഞ്ഞത്? അതിന്റെ ആ പ്ലാസ്റ്റിക്കിന്റെ കവറിംഗ് ഒക്കെ കളഞ്ഞ് മെമ്മറി കാർഡ് അത് നിൽക്കാനുള്ള അതിന്റെ ഫ്രെയിമൊക്കെ കളഞ്ഞാൽ പിന്നെ ഈ മെമ്മറി ചിപ്പ് എന്ന് പറഞ്ഞാൽ എത്രയുള്ളത്? അതിന്റെ ആ ഫ്രെയിമൊക്കെ കളഞ്ഞാൽ ചെറിയ 2 നൂല് പോലത്തെ ഒരു സാധന, ഒരു പ്രത്യേക മെറ്റീരിയൽ. ഇത്രയിക്കോട്ടെ. എന്നാലേ മനുഷ്യന്റെ മെമ്മറി ചിപ്പാണ് തലച്ചോറ് അല്ലേ? അത് ഇത്രയേ ഉള്ളൂ. അത് ഞരമ്പ് ചുരുട്ടി വെച്ചതാ അല്ലാഹ്. ഞരമ്പുകൾ ചുരുട്ടി വെച്ചതാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ തലച്ചോറ് മാത്രം, ഒരു മനുഷ്യന്റെ തലച്ചോറ് നിവർത്തിയാൽ ആ ഞരമ്പ് ചുരുട്ടി അല്ലാഹ് വെച്ചില്ലേ? എത്ര ബൃഹത്തായ ചുരുട്ടലാന്നറിയോ? എത്രമാത്രം സങ്കീർണമായ ചുരുട്ടലാന്നറിയോ? ആ ചുരുട്ടൽ ഇങ്ങനെ നിവർത്തിയാൽ 496 കിലോമീറ്റർ നീളമുണ്ട് ഒരൊറ്റ മനുഷ്യന്റെ തലച്ചോറിലെ ഞരമ്പ് മാത്രം. എത്ര? 496 കിലോമീറ്റർ. സുബ്ഹാനല്ലാഹ്. ഈ സൈഡിലും അവിടെയും അപ്പുറത്തും ഇരിക്കുന്ന മനുഷ്യരെ, നമ്മുടെ തല മുതൽ കാല് വരെ നീണ്ടു കിടക്കുന്ന രക്തമോടുന്ന കൊയലുകളില്ലേ, ഞരമ്പുകളില്ലേ, അതിങ്ങനെ നിവർത്തിയാൽ ഭൂമിയെ, ഇന്ത്യയല്ല, ചൈനയല്ല, ഏഷ്യൻ രാജ്യമല്ല, ആഫ്രിക്കൻ രാജ്യമല്ല, ഈ സമുദ്രമടക്കമുള്ള, കടലടക്കമുള്ള എല്ലാം അടങ്ങിയ ഈ ഭൂമിയെ 2 തവണ ചുറ്റാൻ ഒരൊറ്റ മനുഷ്യ ശരീരത്തിലെ ഞരമ്പുകൾക്ക് നീളമുണ്ട്. തെറ്റിയിട്ടില്ലട്ടോ, തെറ്റി പറഞ്ഞല്ല. ഭൂമിയെ 2 തവണ ചുറ്റാൻ. ഇപ്പൊ സെർച്ച് ചെയ്തോളൂ, എന്തൊക്കെ സംവിധാനമുണ്ട്. ഭൂമിയെ 2 തവണ ചുറ്റാൻ ഒരു മനുഷ്യ ശരീരത്തിലെ എന്തൊരു സങ്കീർണമാണ് മനുഷ്യന്റെ ആന്തരികമായ ലോകം. എത്ര വലിപ്പമുള്ളൂ ഒരു കിഡ്നി. സുബ്ഹാനല്ലാഹ്. എത്ര രോഗികളാണ്. അല്ലാഹു നമ്മുടെ കുടുംബത്തിലെ കിഡ്നി രോഗികൾക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹു അവർക്ക് സുഖം നൽകുമാറാകട്ടെ. പടച്ചോൻ തന്നതിനൊരു വിലയും കാണുന്നില്ലല്ലേ? ഇല്ലേ? ഇത്രയേ ഉള്ളൂ ഒരു കിഡ്നി. ചെറുതാ. അതെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം 160-170 ലിറ്റർ രക്ത ഫിൽട്ടർ ചെയ്യുന്നത്. 160-170 ലിറ്റർ രക്തം ഒരു ദിവസം ഫിൽട്രേഷൻ നടത്തും. നമ്മളെ വീട്ടിലൊക്കെ സാധാരണ വെക്കുന്ന ബക്കറ്റില്ലേ 10 ലിറ്ററാ. 10 ബക്കറ്റ് കൂടുമ്പോഴാണ് 100 ലിറ്റർ ആവുക. അങ്ങനത്തെ 16-17 ബക്കറ്റ് രക്തം ഒരു ദിവസം നമ്മുടെ ഈ ചെറിയ കിഡ്നി അരിച്ചെടുക്കും. സുബ്ഹാനല്ലാഹ്. ഇത് തന്ന അള്ളാഹിനെ കുറിച്ച് ഓർമ്മയില്ലല്ലേ? അവന്റെ കലാമാകുന്ന ഖുർആൻ പഠിക്കാൻ സമയമില്ലല്ലേ? അവനെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലല്ലേ? അവൻ തന്ന ഈ തള്ളവരലുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. 800 ചില്ലാൻ കോടി മനുഷ്യരിന്ന് ലോകത്തുണ്ട്. മരിച്ചുപോയവർ എത്രയോ കോടിയാണ്. ഇനി ജനിക്കാനിരിക്കുന്നവർ ഓരോ സെക്കൻഡിലും 2-3 പേർ ജനിക്കുന്നു. ഓരോ സെക്കൻഡിലും 3 പേർ വീതം മരിക്കുന്നു. എന്നിട്ട് ഓരോ മനുഷ്യന്റെ വിരലടയാളവും സർവശക്തനായ റബ്ബ്, പ്രിയപ്പെട്ടവരെ, റബ്ബ്, സർവശക്തനായ റബ്ബ് എല്ലാവരുടെയും വിരലടയാളം 1 ഇഞ്ച് സ്ഥലത്ത് ഡിസൈൻ ചെയ്തു. 1 ഇഞ്ച് സ്ഥലത്ത് ഡിസൈൻ ചെയ്തു. സുബ്ഹാനല്ലാഹ്.
എന്നിട്ട് കൂട്ടിമുട്ടിയോ? എന്റെ വിരലടയാളം ലോകത്താർക്കെങ്കിലും ഉണ്ടോ? അങ്ങേറ്റത്ത് കിടക്കുന്ന യൂറോപ്യൻ രാജ്യത്തിലെ അമേരിക്കയിൽ എന്റെ വിരലടയാളമുള്ള ഒരാളുണ്ടാകുമോ? ഇല്ല. ലോകത്തിന് ജനിക്കാനിരിക്കുന്നവരിൽ ഉണ്ടാകുമോ? ഇല്ല. എല്ലാവർക്കും വേറെ വേറെ 1 ഇഞ്ച് സ്ഥലത്ത് റബ്ബ് ഡിസൈൻ ചെയ്തത്. അതിനെക്കുറിച്ചൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഖിയാമയുടെ തുടക്കത്തിൽ തന്നെ കാണാം, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊക്കെ അള്ളാഹു നടത്തിയ പ്രയോഗങ്ങളാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആനിന്റെ വെല്ലുവിളിയുണ്ട് ലോകത്ത്. ഒരു അധ്യായം, ഒരു സൂറത്ത്, ഒരു 10 ആയത്ത്, ഇതുപോലെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിയുമോ? വെല്ലുവിളി 1400 വർഷങ്ങൾക്കും ഉയർത്തിയതാണ്. ഇന്നും ആ വെല്ലുവിളി ഇവിടെ ഇങ്ങനെ മുടങ്ങി നിൽക്കുകയാണ്. ഒരാൾക്കും കഴിയില്ല. ലോകം അവസാനിക്കുന്നത് വരെ കഴിയില്ല. ഖുർആനെ വിമർശിക്കാൻ വേണ്ടി പഠിച്ചവർ അവസാനം ഖുർആനിന്റെ മുമ്പിൽ കീഴൊതുങ്ങുകയാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ കീഴൊതുങ്ങുകയാണ്. ഇതൊരു അത്ഭുതമാണ് എന്നവർ അറിയാതെ പറഞ്ഞു പോവുകയാണ്. ആ ഖുർആൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാനുള്ള സെന്ററാണ്. ഞാൻ വേറെ വിഷയത്തിലേക്കൊന്നും കടന്നിട്ടില്ല. ആ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള സെന്ററാണ് ഈ പ്രദേശത്ത്, ഈ പുതിയ പ്രദേശത്ത്. ഇവിടുത്തെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന സംഘം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ളത്. നിങ്ങൾ അന്വേഷിക്കണം, പഠിക്കണം. തെറ്റായ ധാരണകൾ ഉണ്ടാവാം കൂട്ടരെ, അത് സ്വാഭാവികമാണ്. നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഇപ്പൊ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലേ, CPM ഇല്ലേ, കോൺഗ്രസ് ഇല്ലേ, ലീഗില്ലേ, അതിന്റെ ഘടക കക്ഷികളില്ലേ, ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്ക വിതർക്കങ്ങളില്ലേ, ഉണ്ട്. അത് രാഷ്ട്രീയമാണ്. എന്നാൽ അള്ളാഹുവിന്റെ ദീനാണിത്. ഇവിടെ മുജാഹിദുണ്ട്, സുന്നിയുണ്ട്, തബ്ലീഗുണ്ട്, ജമാഅത്തുണ്ട്, പലരുമുണ്ട്. അതുകൊണ്ട് പലരും പല ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് ഞാൻ കേൾക്കണില്ല, ഞാൻ പഠിക്കാനില്ല, ഞാൻ പ്രവർത്തിക്കാനുമില്ല. ഞാൻ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും എൻ്റെ വീടും എൻ്റെ പറമ്പും മതിൽക്കെട്ടും ഒക്കെയായി പോവാം എന്ന് തീരുമാനിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇനിയൊരു പ്രവാചകൻ നമ്മുടെ മുമ്പിലേക്ക് വരാനില്ല. ഇനിയൊരു നബി നമ്മുടെ മുന്നിലേക്ക് വരാനില്ല. ഇല്ല, അത് അവസാനിച്ചു. ഇനി യേശുക്രിസ്തു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് ഇവിടെ വരും. അതല്ലാതെ ഒരു നബിയുടെ വരവ് നമ്മുടെ മുമ്പിലേക്ക് ദഅവത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ആ ദഅവത്ത് ഏറ്റെടുത്തവരാണ് നമ്മൾ. ഖുർആനിൽ 6236 വചനാമൃതങ്ങളുടെ കടന്നു പോകുമ്പോ അതിന്റെ 1/3 തൗഹീദാ. ഞാനതോടെ വിശദീകരിച്ചിട്ടില്ല. കുടുംബ വിഷയം പറയുന്ന കൂട്ടത്തിൽ സുബൈർ സലഫി അവர்கள் അതിന്റെ ചില ഭാഗങ്ങൾ പറയാൻ സമയം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, ഏതാനും മിനിറ്റ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയട്ടെ. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് എന്നെയും നിങ്ങളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടതിന്റെ ലക്ഷ്യമായി പറഞ്ഞത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ ആരാധിക്കാനാണ്. കൂട്ടരെ, എന്നെ കേട്ടവരെ, മുസ്ലിങ്ങളെ അല്ലാത്തവരെ, അല്ലാഹുവിനെ, വിരാട് പുരുഷനെ, ഹിരണ്യഗർഭനെ ആരാധിക്കാനാ, അവനെ മാത്രം ആരാധിക്കാനാ നമ്മളെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു പടച്ചുവിട്ടത്. മുസ്ലിങ്ങൾക്ക് വേറെ ദൈവം, അല്ലാത്തവർക്ക് വേറെ ദൈവമൊന്നുമില്ല. എല്ലാവരുടെയും ദൈവം ഒന്ന്, എല്ലാവരുടെയും ആദ്യ പിതാവ് ഒന്ന്, എല്ലാവരുടെയും ആദ്യ മാതാവ് ഒന്ന്. മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് 60 മുഴം 90 അടി നീളമുള്ള ആദ്യത്തെ നമ്മുടെ വാപ്പ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ. രണ്ടാമത് നോക്കൂ നിങ്ങള്, ഒരു സ്ത്രീ ലോകത്തില്ലാത്ത സമയത്ത് നമ്മുടെ മാതാവാകുന്ന ഹവ്വാ, ആ മഹദി അല്ലാഹു സംവിധാനിച്ചു. 2 അത്ഭുതം. മൂന്നാമത്തെ അത്ഭുതം, ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെ ഭൂമിയിലേക്ക് മറിയമിലൂടെ പിറന്നു വീണ യേശുക്രിസ്തു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മളൊക്കെ സാധാരണ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന്, ഒരു ഭാര്യ ഭർത്താവ് ജീവിതത്തിലൂടെ, വാപ്പ ഉമ്മയിലൂടെ വന്നവരാ. അതുകൊണ്ട് മനുഷ്യരെ, നമ്മുടെ സ്രഷ്ടാവായ അല്ലാഹ് അവൻ ഏകനാണ്. അത് ഉപനിഷത്തുകൾ പറയുന്നുണ്ട്, ഋഗ്വേദം പറയുന്നുണ്ട്, യജുർവേദം പറയുന്നുണ്ട്, അഥർവവേദം പറയുന്നുണ്ട്, ബൈബിള് പറയുന്നുണ്ട്, ഉപനിഷത്തുക്കൾ പറയുന്നുണ്ട്. ഖുർആന്റെ 1/3 അതാണ് സംസാര വിഷയം. അതുകൊണ്ട് ആ ലോകരക്ഷിതാവായ റബ്ബിനെ മാത്രം ആരാധിക്കുക, അവന്റെ മുമ്പിൽ പ്രാർത്ഥന നടത്തുക. അവന്റെ മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിലും പ്രാർത്ഥനയില്ല. നേർച്ചയുണ്ട് ഇസ്ലാമിൽ, അത് അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ച, അവന്റെ പ്രീതി ആഗ്രഹിച്ച, വേറെ ഏതെങ്കിലും ഒരാളുടെ തഖർറുബ്, പ്രീതിയോ പൊരുത്തമോ അടുപ്പമോ പ്രതീക്ഷിച്ച് ഞാനോ നിങ്ങളോ നേർച്ച ചെയ്താൽ ആ നേർച്ച ബാത്തിലാണ്. അതുകൊണ്ട് നേർച്ച ഇസ്ലാമിലുണ്ട്.
അത് ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ച ഞാനൊരു ആടിനെ അറുത്ത് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. നേർച്ചയാക്കിയ പിന്നെ കൊടുക്കണം. നേർച്ച വെറുതെ ചെയ്യാൻ പാടില്ല, ഗൗരവപൂർവമുള്ള കാര്യമാണ്. അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ചെയ്താൽ നീയത്ത് വെച്ച് നേർച്ചയാക്കിയാൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ നേർച്ചയുണ്ട്. ആ നേർച്ച അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചു മാത്രമാണ്. ഇസ്ലാമിൽ ഖബർ സിയാറത്തുണ്ട്. അത് മരണബോധവും പരലോകബോധവും നമുക്ക് കിട്ടാനാ. നമ്മുടെ മരിച്ചു കിടക്കുന്ന ഉമ്മാന്റെ ഖബറിനടുത്ത് ചെന്നിട്ട് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുക. ഉമ്മാന്റെ ഖബറിനടുത്ത് ചെല്ലാതെയും ദുആ ചെയ്യാം. വാപ്പാന്റെ ഖബറിനടുത്ത് ചെന്ന് വാപ്പാക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. വാപ്പാന്റെ ഖബറിനടുത്ത് പോവാതെയും ദുആ ചെയ്യാം. അള്ളാഹുവേ, ഈ ഇരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ മാതാപിതാക്കൾ പലരും മരണപ്പെട്ടിട്ടുണ്ട്. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. നമ്മളിപ്പോ പ്രാർത്ഥിച്ചില്ലേ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖബറിന്റെ അടുത്ത് ചെന്നും പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. ഖബർ സിയാറത്ത് ഇസ്ലാമിലുണ്ട്. എന്തിനാണെന്നറിയുമോ? അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും. അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കി തരും. അതിന് ഖബറിടങ്ങൾ സന്ദർശിക്കണം. അതുകൊണ്ട് ഇവിടെ എവിടെയാണോ ഖബർസ്ഥാൻ ഉള്ളത്, ചക്കരക്കല്ലാണോ അവിടെ പോയിക്കോളി, പള്ളിപ്പൊയിലാണോ അവിടെ പോയിക്കോളൂ, ഖബർസ്ഥാൻ സന്ദർശിച്ചോളൂ. ആ ഖബറാളികൾക്ക് സലാം പറയ്. എന്നിട്ട് ഖബറിനെ കുറിച്ച് ഓർക്ക്, ഖബറിൽ കിടക്കുന്ന മാപ്പയെ കുറിച്ച് ആലോചിക്ക്, ഉമ്മയെ കുറിച്ച് ആലോചിക്ക്, സുഖസുന്ദരമായി ജീവിച്ച നാട്ടിലെ പ്രമാണിയെ കുറിച്ച് ആലോചിക്ക്. പടച്ചവനെ, ഇതുപോലെ 6 അടി മണ്ണിൽ വന്ന് കിടക്കേണ്ടവനാണല്ലോ ഞാൻ. ഈ ബോധം നമ്മുടെ മനസ്സിലേക്ക് വരാനാണ് ഖബറിന്റെ മുന്നിൽ നമ്മൾ ചെന്നു നിൽക്കുന്നത്. ആ ഖബർ ഒരു ചാൺ ഉയരമാണ്, ഒരു ചാൺ ഉയരം. നമ്മുടെ നേതാവായ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, ഉർഫിഅ ഖബറുഹു, മുത്തുനബിയുടെ ഖബർ ഉയർത്തപ്പെട്ടു, മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നഹ്വം മിൻ ശിബർ, ഒരു ചാണോളം. ജാബിർ റളിയല്ലാഹു പറഞ്ഞതാ, മുത്തുനബിയുടെ ഖബർ പോലും ഒരു ചാണേ ഉള്ളൂ. അത് ആയിഷ ബീവിയുടെ റൂമിനുള്ളിലാ. നമ്മൾ പോയാൽ കാണാൻ പറ്റൂല, അത് റൂമിനുള്ളിലാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കണ്ട സഹാബികൾ എഴുതി വെച്ചതാ. ഇത് കിതാബിലുള്ളതാണ്, പള്ളിയിൽ സൂക്ഷിക്കുന്ന, അലമാരയിൽ സൂക്ഷിക്കുന്ന കിതാബിലുള്ളതാണ് മുസ്ലിങ്ങളെ. എന്ത്? മുത്തുനബിയുടെ ഖബർ പോലും ഒരു ചാൺ ഉയരമേ ഉള്ളൂ എന്ന് സഹാബികൾ. നമ്മൾ ആരും കണ്ടിട്ടില്ല. നമ്മളൊക്കെ എത്രയോ തവണ മദീനത്ത് പോവാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവിടെ ചെന്ന് മുത്തുനബിയുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് നബിക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മുത്തുനബിക്ക് ആ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ആരും നടത്തിയിട്ടില്ലെങ്കിലും നബിക്കൊരു പോറലും ഏൽക്കില്ല. പക്ഷേ നമുക്കത് പ്രതിഫലമുണ്ട്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് 10 ഇരട്ടിയായി അള്ളാഹു അതിന്റെ സ്വീകാര്യത നൽകുകയാണ്, അല്ലേ? അതുകൊണ്ട് അള്ളയും അള്ളാഹുവിന്റെ മലായിക്കത്തുകളും നബിയുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണേ, സലാം പറയണേ. ആരാ പഠിപ്പിക്കണത്? ഖുർആനാ പറയണത്, ഖുർആനാ പറയണത്. അതുകൊണ്ട് എന്റെ പ്രസംഗത്തിൽ ഞാൻ നബിയുടെ പേര് എത്രയോ തവണ പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടുമ്പോഴൊക്കെ, ഇനി വീട്ടിലിരിക്കുമ്പോ, ബസ്സിലിരിക്കുമ്പോ, കാറിലിരിക്കുമ്പോ നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്ക്. അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ പ്രത്യേക ദാസനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അത് ചെയ്യേണ്ടവരാണ് നമ്മള്. അതാരും കാണാനോ കയ്യടി കിട്ടാനോ ഒന്നുമല്ല, നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒന്നാണ്. അങ്ങനെ ദീനിനോട് എത്രത്തോളം അടുക്കാൻ പറ്റുമോ അത്രത്തോളം അടുക്കുക. എന്നിട്ട് ജീവിതത്തിൽ നിന്ന് നല്ല ആചാരങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുക. ഇസ്ലാമിലില്ലാത്തത് പ്രിയപ്പെട്ടവരെ. ഇപ്പൊ ഞാൻ ഒരു നോട്ടീസ് കണ്ടു, ഞാൻ സ്നേഹത്തോടെ പറയണം, അല്ലാതെ ആരോടുള്ള വെറുപ്പുകൊണ്ട് പറയല്ല, സ്നേഹത്തോടെ പറയാം. അത് ഇവിടെ സുബൈർ സലഫി പറയും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, നോട്ടീസ് കണ്ടു, ആ നോട്ടീസിൽ ഇങ്ങനെ പറയുന്നുണ്ട് ബിദ്അത്തിന്റെ കക്ഷികളാണ്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി 2 വാചകങ്ങൾ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ നാട്ടിലെ മനുഷ്യരോട്. നിങ്ങൾ ചിന്തിച്ചോ, പഠിച്ചോ, അന്വേഷിച്ചോ. വേറെ കുറേ സമയം ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത ഒരു ആചാരം ചെയ്യുന്നതായി നിങ്ങൾ ഒന്ന് അന്വേഷിച്ചിട്ട് പറയൂ. ഞങ്ങൾ തിരുത്താൻ റെഡിയാണ്, ഞങ്ങൾ തിരുത്താൻ റെഡിയാണ്. ആരോടും വാശിയില്ലാന്ന് കേട്ടോ. ഇപ്പൊ ഈ നോട്ടീസിലൊക്കെ പറയുന്നത് ബിദ്അത്തിന്റെ കക്ഷികളാണ്. എന്ത് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടരെ? ദീനിൽ പുതുതായി കടത്തിക്കൂട്ടല, ദീനിൽ പുതിയ ആചാരം കൊണ്ടുവരിക. നമ്മൾ നിസ്കരിക്കുന്നത് ദീനിലുള്ളതാണ്, സ്വലാത്ത് ചെല്ലുന്നത് ദീനിലുള്ളതാണ്, ഖബർ സിയാറത്ത് നടത്തുന്നു ദീനിലുള്ളതാണ്,
അമ്പിയാക്കന്മാരെ ആദരിക്കുന്നു, ദീനിലുള്ളതാണ്. ഔലിയാക്കന്മാരെ ബഹുമാനിക്കുന്നു, ദീനിലുള്ളതാണ്. ഖബറിനടുത്ത് എന്ന സലാം പറയുന്നു, ദീനിലുള്ളതാണ്. ഖുർആൻ ആളുകൾക്ക് പഠിപ്പിക്കുന്നു, ദീനിലുള്ളതാണ്. ഒരാൾ മരിച്ചു, അയാളെ വേഗത്തിൽ കുളിപ്പിക്കുക, കണ്ണടച്ചു കൊടുക്കുക, കാല് കെട്ടുക, പിന്നെ സമയമായ കുളിപ്പിക്കുക, കഫം പുടവയിൽ പൊതിയുക, എന്നിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മനസ്സുകൊണ്ട് ദിക്റുകളും പ്രാർത്ഥനകളും നിർവഹിച്ച് വേഗം പള്ളിയിലേക്ക് കൊണ്ടുപോവുക, നിസ്കരിക്കുക, ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുക, ഖബറിലേക്ക് വെക്കുക, എന്നിട്ട് മൂടുകല്ല് വെച്ച് മണ്ണുവാരിയിട്ട് പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞ തസ്ബീഹിനെ ചോദിക്കുക, അല്ലേ? അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, اللهم الهمه الجواب، اللهم جاف القبر عن جنبي، اللهم اغفر له وارحمه، اللهم امنه من كل الفزع. ഇതൊരു മൃഗത്തെ അറുത്ത് വിതരണം ചെയ്യുന്ന അത്ര സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ ചൊല്ലിയാണ്. ഇതൊക്കെ ദീനിലുള്ളതാണ്. ഇനി ഞാൻ ചോദിക്കട്ടോ, സ്നേഹത്തോടെ ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചെയ്യാത്തത്, അവർ ചെയ്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഉറപ്പാണ്. അവരെ ദർജയ്ക്കൊന്നും നമ്മൾ ഒരിക്കലും എത്തിയിട്ടില്ല. പക്ഷെ അവർ ചെയ്യാത്ത ഒന്ന് നമ്മൾ ദീനിന്റെ പേരിൽ എന്താ ചെയ്തത്? നിങ്ങൾ സ്നേഹത്തോടെ ചോദിക്കുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചോദിക്കുക. ഈ നാട്ടിലെ മനുഷ്യരോട് ഇത് കേൾക്കരുത് എന്ന് പറയാൻ എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിലുള്ളത്? ഖുർആനിൽ എന്ത് പറയുന്നു അതനുസരിക്കണം എന്നാ പറയണത്. തിരുസുന്നത്തിൽ എന്താ ഉള്ളത് അതനുസരിക്കണം എന്നാ പറയണത്. അല്ലാതെ വേറൊന്നും നമ്മൾ സമൂഹത്തോട് പറയണില്ല. എത്രയോ ഇസ്ലാമിലില്ലാത്തത് ദീനിലേക്ക് കടത്തിക്കൂട്ടുന്നുണ്ട്. അത് പാടില്ല എന്നാണ് പറയുന്നത്. അതിനെന്തിനാണ് സഹോദരങ്ങളെ മനസ്സുകൊണ്ട് വെറുപ്പ് തോന്നുന്നത്, പ്രയാസം തോന്നുന്നത്? തിരിച്ചിങ്ങൾ പറ, ഒരു മനുഷ്യൻ മരിച്ചു, അന്ന് 3-ന്റെ അന്ന് കണ്ണൂക്ക് സ്വഹാബികൾ ആരും ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ എത്രയോ സഹാബികളുടെ മരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സഹാബികൾ എത്രയോ താബീങ്ങളുടെ മരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എത്രയോ കിതാബ് ഇസ്ലാമിലില്ലേ? ഇപ്പൊ എഴുതിയതല്ല, ഇപ്പൊ ഈ മുജാഹിദ്, സുന്നി, ജമാഅത്ത്, തബ്ലീഗ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. എത്രയോ പഴക്കമുള്ള ഗ്രന്ഥങ്ങളില്ലേ? ഖുർആന്, ഹദീസുകൾ തന്നെ ധാരാളല്ലേ? ബുഖാരിയുടെ ഹദീസില്ലേ, മുസ്ലിമിന്റെ ഹദീസില്ലേ, തുർമുദിയുടെ ഹദീസില്ലേ, ഇബ്നു മാജയുടെ ഹദീസില്ലേ? ആ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിം, അല്ലാഹു അവർക്കൊക്കെ റഹ്മത്ത് കൊടുക്കുമാറാകട്ടെ, അവിടെ ഹദീസുകളില്ലേ? എന്നിട്ട് ആ ഗ്രന്ഥങ്ങളിൽ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളില്ലേ, മദ്ഹബിന്റെ ഇമാമുകൾ എഴുതിയ ഗ്രന്ഥങ്ങളില്ലേ, എവിടെയെങ്കിലും നിങ്ങൾ ചിന്തിക്കട്ടോ, ഹദീസ് കൊണ്ടോ ഖുർആന് കൊണ്ടോ പണ്ഡിതന്മാർ, മുൻഗാമികളായ പണ്ഡിതന്മാർ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സഹാബി, മരിച്ച ഒരു സഹാബിയുടെ വീട്ടിൽ ചെന്ന് 3-ന്റെ അന്നൊരു സ്പെഷ്യൽ പ്രത്യേകമായ ഭക്ഷണം കഴിക്കലോ കൂടിയിരിക്കലോ പരിപാടിയോ നടത്തിയത് രേഖയിലുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും, നമുക്ക് യാതൊരു മടിയില്ല. അങ്ങനെ ഇല്ല. 7-ന്റെ അന്ന്, 40-ന്റെ അന്ന്, ആണ്ടിന്റെ അന്ന് അങ്ങനെ ഒരു ആചാരം ഇല്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ഏത് മദ്ഹബാന്നറിയോ? ആരാ? കേരളത്തിലെ മഹാഭൂരിപക്ഷം ആള് മുസ്ലിങ്ങളും ഷാഫി മദ്ഹബ. എന്നാ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മുജാഹിദുകള് മൗനം പാലിച്ച് വർത്തമാനം പറഞ്ഞു പോകുന്ന മുജാഹിദുകളുണ്ടോ? തെറ്റാണ്. വർത്തമാനം പറഞ്ഞു പോകുന്ന മുജാഹിദുകളുണ്ടോ? ശരിയല്ല. പിന്നെ മിണ്ടാതെ പോകണം. ഇത് മുജാഹിദുകളല്ല പറയുന്നത്, 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി പറയാണ്. നമ്മളൊക്കെ പള്ളിയിൽ സൂക്ഷിച്ച എല്ലാ പള്ളിയിലും ഉണ്ടാവാ ഗ്രന്ഥം ഇമാം നബവിയുടെ അൽ അദ്കാർ. അതിൽ പറയുന്നത് എന്താ അറിയോ? അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകണം. ഫലാ യർഫഉ സൗതൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക്. ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദം ഉയർത്തരുത്, ദിക്ർ കൊണ്ടും ശബ്ദം ഉയർത്തരുത്, വേറെ ഒന്നുകൊണ്ടും ശബ്ദം ഉയർത്തരുത്. ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്ത് അള്ളാഹുവിനെ ഓർത്ത് മരണത്തെക്കുറിച്ച് ചിന്തിച്ച് മിണ്ടാതെ വേഗത്തിൽ നടന്നു പോവുക. ഇത് കിതാബിലുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മയ്യത്തുണ്ടാവുമ്പോൾ മിണ്ടാതെ മൗനം പാലിച്ചു പോകും. ഏതെങ്കിലും ഒരുത്ത വർത്താനം പറയണെങ്കിൽ ഓന്റെ കുറ്റാണ്, അത് അവന്റെ കുറ്റാണ്, ഓന്റെ പോരായ്മയാണ്. വർത്തമാനം പറഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ ഇത് കിതാബിൽ അതാണ് വന്നിട്ടുള്ളത്, അത് നമ്മൾ സ്വീകരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഖബർ. ഇപ്പോ സൗദി രാജാവ് മരിച്ചു, നിങ്ങളൊക്കെ കേട്ടിരുന്നു വാർത്ത വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് ഏഷ്യാനെറ്റ് ചാനൽ വരെ പറഞ്ഞെന്താ അറിയോ? അത്ഭുതം തോന്നുകയാണ്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സൗദി രാജാവിന്റെ ഖബർ ഏതാന്ന് ചോദിച്ചാൽ ഒരു സാധാരണക്കാരന് മനസ്സിലാവില്ല. എല്ലാവരുടെ ഖബർ പോലെ തന്നെയാണ് സൗദി രാജാവിന്റെ ഖബർ, അല്ലേ? ആലു ഷെയ്ഖ് മരിച്ചു അടുത്ത കാലത്ത്. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞു തന്ന ആലു ഷെയ്ഖിന്റെ ഖബർ ഏതാ അറിയില്ല. എല്ലാവരുടെ ഖബർ പോലെ തന്നെ അദ്ദേഹത്തിന്റെയും ഖബർ. അള്ളാന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, ആ യുജസ്സൽ ഖബർ, നിങ്ങൾ ഖബറിന്റെ മേലെ കുമ്മായോ സിമന്റോ അടിക്കരുത്, പൂശരുത്. വഅ യുബ്ന അലൈഹി, ഖബർ നിങ്ങൾ കെട്ടിപ്പടുക്കരുത് കേട്ടോ. വഅ യുഖഅദ അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ ഇരിക്കരുത് കേട്ടോ. വഅ യുക്തബ അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത് കേട്ടോ. ആര് പഠിപ്പിച്ചതാ? തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് ഞങ്ങൾ ഒരു ഖബറിന്റെ മേലെ 756 വാപ്പാന്റെ പേരോ ജനിച്ച ഡേറ്റോ മരിച്ച ഡേറ്റോ ഒന്നും എഴുതൂല. പൈസ ഇല്ലാത്തോണ്ടല്ല, ഒരു മാർബിളിന്റെ കഷ്ണം വാങ്ങാൻ കഴിവില്ലാത്തോണ്ടല്ല. റസൂലുള്ള പറഞ്ഞ, തങ്ങള് പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുത്. അതനുസരിക്കാണ്. ഖബറിന്റെ മേലെ നിങ്ങൾ എടുപ്പുണ്ടാക്കരുത്, ഖബറിന്റെ മേലെ ഇരിക്കരുത്, ഖബറിന്റെ മേലെ സിമന്റോ കുമ്മായമോ പൂശരുത്, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത് എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞ ഞാൻ വെറുതെ പറയാണോ? ഹദീസല്ലേ. നഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു. അൻ യുജസ്സൽ ഖബർ വഅൻ യുബ്ന അലൈഹി വഅൻ യുഖഅദ അലൈഹി വഅൻ യുക്തബ അലൈഹി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വരെ ഈ ഹദീസ് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇല്ലേ സഹോദരങ്ങളെ, ഇല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്നെ കേട്ടവരെ, ഹക്ക് മനസ്സിലാക്കണം, സത്യം സത്യമായി പഠിക്കണം. ലാസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ ഒരു ഹദീസ് കൂടി പറയട്ടെ കേട്ടോ. സുബൈർ സലഫിയുടെ സമയം ഞാൻ കവർന്നെടുത്തു. സുഹൃത്തുക്കളെ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച നമ്മെ വിട്ടു പിരിഞ്ഞു. സ്വഹാബത്ത് വല്ലാതെ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഉറയിൽ നിന്ന് വാളെടുത്തു. മുത്തുനബി വഫാത്തായി എന്ന് പറഞ്ഞവനെ ഞാൻ കൊല്ലുന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞത്. അത്രമാത്രം സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മിമ്പറിൽ കയറി, സമയമില്ല, വിശദീകരിച്ചു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പൂച്ചക്കുട്ടിയെ പോലെ ഒതുങ്ങി. ആയത്തും ഹദീസും കേട്ട ഒതുങ്ങും സ്വഹാബികള്. അവര് എല്ലാ അർത്ഥത്തിലും ഒതുങ്ങിയിരുന്നു. ഞാൻ പറയട്ടെ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷാ ബീവിയുടെ തോളിലേക്ക് ചെരിഞ്ഞു കിടന്ന് മരണവേദന കൊണ്ട് ഊർന്നിറങ്ങി, കാല് ചുരുട്ടി, കാല് നിവർത്തി. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെ ഉയർത്തി ഉന്നതനായ കൂട്ടുകാരിലേക്ക് മടങ്ങാന്നൊക്കെ പറഞ്ഞ് പതുക്കെ കൈ താഴ്ത്തുമ്പോ ലോകത്തുനിന്ന് വിട പറയാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, ആ സമയത്ത് ആയിഷാ ബീവി പറയണേ, ആയിഷാ ബീവി പറയാ, നമ്മുടെ ഉമ്മ പറയാ റളിയല്ലാഹു അൻഹ പറയാ, മുത്തുനബി ചുണ്ടിങ്ങനെ ഇളക്കുന്നുണ്ട്, എന്തോ പറയുന്നുണ്ട്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു കേട്ടു. അപ്പൊ നബി പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞറിയോ? ലഅനല്ലാഹ് അലൽ യഹൂദി വന്നസ്വാറ, യഹൂദികളുടെ മേൽ നസ്വാറാക്കളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദാ, ഈ യഹൂദികളും നസ്വാറാക്കളും ഒരു നബിയുടെ ഖബർ കിട്ടിയാൽ ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. അതുകൊണ്ട് അല്ലാഹു ഓലെ ശപിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അള്ളാഹിനോട് നബി പറയണെന്താരോ? വഫാത്താകുക, ലോകത്തുനിന്ന് വിട പറയാ, അല്ലേ? ലോകത്തുനിന്ന് വിട പറയാ. റാക്കിന്റെ കൊള്ളി കണ്ട് ആയിഷാ ബീവി കടിച്ച് പാകമാക്കി. ആയിഷാ ബീവിയുടെ ഉമിനീരും നബിയുടെ ഉമിനീരും ഒന്നിച്ചു ചേരുന്ന ഒരു വല്ലാത്ത മുഹൂർത്തമുള്ള നിമിഷമാണത്. അപ്പ റസൂലുള്ള പറയാ അള്ളാഹിനോട്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി ഈദാ, പടച്ചോനെ എന്റെ ഖബർ നീ ഒരു ഉത്സവ സ്ഥലമാക്കി കൊടുക്കരുത്. അല്ലാഹ്, പടച്ചോനെ എന്റെ ഖബറിനെ ഒരു ഉത്സവ സ്ഥലമാക്കി കൊടുക്കരുത് റബ്ബേ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതന യുഅബദ്, റബ്ബേ എന്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് റബ്ബേ. ആ പ്രാർത്ഥന ഇപ്പോഴും അല്ലാഹ് സ്വീകരിച്ചില്ലേ? അല്ലേ? മദീനത്ത് പോയാൽ ആർക്കെങ്കിലും നബിയുടെ ഖബറിനെ ആരാധിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ നാട്ടിൽ കാണുന്ന പോലെ പറ്റുമോ സുഹൃത്തുക്കളെ? കെട്ടിപ്പൊക്കാൻ പറ്റുമോ? പച്ചപ്പൊതപ്പിട്ട് മൂടാൻ പറ്റുമോ? അവിടെ പോയി ദാ ഇവിടൊക്കെ നാട്ടിലൊക്കെ നടത്തുന്ന പോലെ ഈ ഖബറിൽ കിടക്കുന്ന ആളോട് സങ്കടം പറയുന്ന പോലെ കരഞ്ഞു പറയുന്ന മനുഷ്യന്മാരുണ്ട്. കുട്ടിയില്ല എനിക്കിന്ന് ഖബറത്തെ ആളോട്, എന്റെ ഉമ്മാക്ക് സുഖമില്ല എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ മുത്തുനബിയുടെ ഖബറിനടുക്കൽ പറയാൻ പറ്റുമോ? അള്ളാന്റെ റസൂല് വഫാത്താകുന്ന അന്ന് 63-ാമത്തെ വയസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു 63-ലാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു 63-ലാ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു 63-ലാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63-ലാ മരണപ്പെടുന്നത്. ആ 63-ാമത്തെ വയസ്സിൽ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ നബി പറയാ, പടച്ചോനെ റബ്ബേ അല്ലാഹ് എന്റെ ഖബറിനെ ഒരു ഉത്സവ കേന്ദ്രമാക്കി കൊടുക്കരുത്. അല്ലാഹ് എന്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത്. അല്ലാഹ് കൂട്ടരെ, ഇതൊക്കെ ഹക്കാണ്. നിങ്ങൾ പഠിക്കണം, ചിന്തിക്കണം. നമ്മൾ ഈ ഗ്രൂപ്പും സംഘടനയും അതൊക്കെ പറഞ്ഞിട്ട് ഒരു പറയണ കേൾക്കണ്ട. ഇനി ഇവിടെ ഏതെങ്കിലും പള്ളിയിൽ ഉസ്താദുമാർ പ്രസംഗിക്കുക, ഞാൻ ഇവിടുത്തെ മുജാഹിദുകളോട് പറയാ, നിങ്ങൾ കേട്ടോളി കേട്ടോ, നിങ്ങൾ ഇരുന്ന് കേട്ടോളി. അപ്പൊ മനസ്സിലാവും, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും, മാറ്റുരക്കാൻ പറ്റും. ഒരു പേടിയും അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു സെൽഫികളായ ആളുകൾ പ്രസംഗിക്കുമ്പോൾ നാട്ടിലെ ആളുകൾ കേൾക്കട്ടെ. നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഇന്നിപ്പോൾ കേൾക്കരുത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉണ്ട്, പോകരുത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉണ്ട്, പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ആർക്കും അതിൻ്റെ
ആവശ്യമില്ല, ഒരു വെപ്രാളത്തിൻ്റെയോ പേടിയുടെ ഒന്നും ആവശ്യമില്ല. ആളുകൾ വിഷയം പഠിക്കട്ടെ, ഹക്ക് എന്താണോ അവിടെ ആളുകൾ പോവട്ടെ, എന്നിട്ട് സത്യത്തിൻ്റെ കൂടെ നിലയുറപ്പിക്കട്ടെ. നമ്മളെല്ലാവരും പരലോകത്തെ രക്ഷപ്പെടണമെന്നതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രദേശത്ത് ഈ ശബ്ദം കേട്ടവർക്ക് അള്ളാഹു മാറ്റം കൊടുക്കുമാറാകട്ടെ. എൻ്റെ സംസാരത്തിൽ ഈ പ്രദേശത്തുള്ളവർക്ക് വല്ല പ്രയാസവും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയാണ്, ഞങ്ങൾക്കൊരു ലാഭമില്ല. ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ബിസിനസ് അല്ല, കച്ചവടമല്ല. ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ രംഗത്തുള്ള ദഅവത്താണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഈ പ്രദേശത്തിന് ഈ ഖുർആനിന്റെ അൽ ബയാൻ സെന്റർ ഒരു വെളിച്ചമാക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികളെ രോഗികളുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ വാപ്പ ഉമ്മമാരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി തരുമ്പോൾ അത് വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഉന്നതമായ സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്കും നീ ഇടം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ബിസിനസ്സിൽ കച്ചവടങ്ങളിൽ നിന്റെ റഹ്മത്തും ബറക്കാത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. 10 മണി വരെ നമുക്ക് സമയമുണ്ട്. സുബൈർ സലഫിയുടെ സംസാരം ഇൻഷാ അല്ലാഹ് 10 മണിക്ക് ഇനിയും ഏകദേശം 1.25 മണിക്കൂറിലധികം സമയമുണ്ട്. എനിക്ക് തന്ന സമയം 8:30 ഞാൻ കുറച്ച് ആ അവസാന ഭാഗത്ത് ഒരു സംസാരം നടക്കുമ്പോൾ തൗഹീദ് പറയാതെ പോയാൽ മനസ്സിനതൊരു വേദനയാകുമെന്ന നിലക്ക് ഏകദേശം കുറച്ച് മിനിറ്റുകൾ അതിനുവേണ്ടി ഞാൻ കവർന്നെടുത്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഈ സംസാരത്തിൻ്റെ അവസാനം വരെ നിങ്ങൾ നാട്ടുകാർ കേൾക്കണം. കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇനി സുബൈർ സലഫിയുടെ സംസാരത്തിൽ വരാൻ പോകുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ഇൽമും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രബോധകന്മാർക്കൊക്കെ അള്ളാഹു നന്നായി സംസാരിക്കാനുള്ള കഴിവും നന്നായിട്ടുള്ള ഇൽമും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവും പ്രവർത്തകന്മാർ, നോട്ടീസ് ഒട്ടിക്കുന്ന പ്രവർത്തകന്മാർ ഒരുപക്ഷെ സ്റ്റേജിൽ ഉണ്ടാവില്ല. അള്ളാഹുവേ, ഈ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി വീട് കയറി ഇറങ്ങിയവരുണ്ടാകും. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.